ദൈവപുത്രനായി യേശുവിനെ വിശ്വസിക്കുന്നതോടുകൂടിയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് അവിടുത്തെ ഒരു പാസേജ്. 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാവോ? ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു, യേശുക്രിസ്തു തന്നെ. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ. ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ. സാക്ഷ്യം പറയുന്നവൻ മൂവരുണ്ട്. ആത്മാവ്, ജലം, രക്തം, ഈ മൂന്നിന്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നു എങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. ദൈവത്തിന്റെ സാക്ഷ്യമോ അവൻ തന്റെ പുത്രനെ കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നത് അത്രേ. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായികയാൽ അവനെ അസത്യവാദിയാക്കുന്നു. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രന് ഇല്ലാത്തവന് ജീവൻ ഇല്ല. ഇതാണ് അതിന്റെ സ്ട്രൈക്കിംഗ് സെന്റൻസ്. മേളി പറഞ്ഞ 6 വാക്യങ്ങൾ കൊണ്ടുവന്ന് എന്താ പറയാ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്താണ്. ജീവൻ ഉണ്ടോ ഇല്ലയോ, ഇതാണ് ഇവിടുത്തെ സംഭവം. ജീവൻ ഉണ്ടോ ഇല്ലയോ. ദൈവപുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. ആ വാക്യം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോണം. യേശുവിനെ ദൈവപുത്രനായി അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. മിക്കവാറും പേർക്ക് കഴിയാത്ത കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു യഹോവ സാക്ഷിക്കാരൻ എൻ്റെ അടുത്ത് ഇങ്ങനെ വഴക്കൂടിക്കൊണ്ടിരുന്നു. അയാൾ പിണങ്ങിപ്പോയി, എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് ഇപ്പോൾ കളഞ്ഞു അല്ലേ. അയാളെ ഞാൻ ഓടിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. അയാൾ പിണങ്ങിപ്പോയി അല്ലേ. അപ്പോൾ അയാൾ യേശുവിനെ അംഗീകരിക്കുക അയാൾക്ക് താല്പര്യമില്ല. അയാൾക്ക് ഞാൻ യഹോവ ദൈവം എന്ന് പറയണം. അതിന് എനിക്കെന്താ കുഴപ്പം? യഹോവ ദൈവം എന്ന് എനിക്കറിയത്തില്ലേ. യേശുവിനെ ദൈവപുത്രനായി അംഗീകരിക്കുന്ന കാര്യത്തിലാണ് അവന് പ്രശ്നം. വചനം പറഞ്ഞിരിക്കുന്നുണ്ടോ, പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. കണ്ടോ, ഇപ്പൊ ഇവന് ജീവനില്ല, ഇതതിന്റെ പ്രശ്നം. അപ്പൊ യവൻ നമ്മളെ കൂടി ജീവനില്ലാത്തതാക്കി മാറ്റുകയാണ് യവന്റെ ഉദ്ദേശം. അതാ ഞാൻ പറഞ്ഞ്, അവന് സുവിശേഷം പറയാൻ അവൻ ആരെന്നൊന്നും വിഷയമല്ല. അവൻ എന്നെ കിട്ടിയാലും കയറി ചുറ്റുകയാണ്. അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തൊക്കെ അറിയണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഒരു 3 വാക്ക് പറഞ്ഞു. ഒന്ന്, ഇറ്റേണിറ്റി, നിത്യത, ഹെവൻ, സ്വർഗം, ഹെൽ, നരകം, ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു. ഈ 4 പോയിന്റ് ഞാൻ പറഞ്ഞു. എനിക്ക് 4നെ കുറിച്ച് അറിയണം. കാരണം ഈ 4നെ കുറിച്ച് ഇത് തുടങ്ങുമ്പോഴേ എനിക്കെടുത്ത് അടിക്കാമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഈ 4 പോയിന്റ് ഇംഗ്ലീഷിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് കൊടുത്തു. ഇറ്റേണിറ്റി, ഹെവൻ, ഹെൽ, ജീസസ് ക്രൈസ്റ്റ്. ഈ 4 കുറിച്ച് പറഞ്ഞു തരാൻ പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ അവൻ തിരിച്ചെൻ്റെ അടുത്ത് മെസ്സേജ് പറയുകയാണ്, മലയാളം അറിയില്ല എന്ന് എനിക്ക് തിരിച്ചിട്ടു അല്ലേ. പിന്നെ ഞാൻ ഇതിനെ 4 മലയാളത്തിലിട്ട് കൊടുത്തു. അപ്പോൾ അവൻ അടുത്ത് പറയുകയാണ്, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. അപ്പോൾ ഈ കൊച്ചു വാക്യം പോലും അറിഞ്ഞുകൂടാത്തവൻ ഫുൾ ബൈബിൾ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. അവൻ്റെ ധൈര്യമാണ് ഞാൻ സമ്മതിച്ചത്. ഞാൻ പറഞ്ഞു കണ്ടോ, അവൻ യഹോവ സാക്ഷിയാണ്. അവൻ എന്തറിയാമെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അവന് ആ ഉള്ള സാധനം വെച്ച് ആരെടുത്തും പറയാൻ തയ്യാറാണ്. അതാണ് എന്നെ ചിന്തിപ്പിച്ച കാര്യം. മനസ്സിലായി? അവൻ എവിടെ ഇടിച്ച് കയറും, അത് പാസ്റ്ററാണ്, അതൊന്നും അവന് വിഷയമല്ല അല്ലേ. നമ്മളൊരു പള്ളിയിൽ അച്ഛൻ്റെ വീട്ടിൽ ചെന്ന് കയറുമോ സുവിശേഷം പറയാൻ? നമ്മൾ പതുക്കെ പോവുള്ളൂ. CSIയിലെ സെക്രട്ടറി ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പോകില്ല അല്ലേ. താഴോട്ടുള്ളതാണെങ്കിൽ നമ്മൾ പതുക്കെ പറഞ്ഞു നോക്കും. അതും ദൂരെ കൂടെയൊക്കെ നമ്മൾ പറയുള്ളൂ. നമുക്ക് പരിചയത്തിലൊരു യേശുണ്ട് അല്ലേ, നമ്മളിങ്ങനെ ചന്തയിൽ പോയപ്പം കണ്ടതാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു വരത്തില്ല. അല്ല, ഡയറക്റ്റ് കയറി അടിക്കുന്നില്ല, അവൻ ഡയറക്റ്റ് കയറി അടിക്കും. മനസ്സിലായോ? അപ്പം അവൻ പറയുന്നത് ദുരുപദേശമാണ്, അവൻ പറയുന്നതിന് ക്രിസ്തുവായിട്ടൊരു ബന്ധമില്ല. പക്ഷേ അവൻ പറയാനുള്ള ധൈര്യമാണ് എന്നെ ചിന്തിപ്പിച്ചത് അല്ലേ. അവന് പിന്നെ തീർത്ത് നിൽക്കാൻ പറ്റില്ലാത്തൊരു അന്തരീക്ഷം ആയപ്പോഴാണ് അവൻ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയത്. മനസ്സിലായി? തീർത്ത് നിൽക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം ആയപ്പോഴാണ് അവൻ ഇട്ടിട്ട് പോയത്. അല്ലെങ്കിൽ അവൻ പോകത്തില്ല. എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടിയിരുന്നെങ്കിൽ അവൻ നിന്നേനെ. മനസ്സിലായോ? അപ്പോൾ ഇത് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു കഴിവാണ്. നമ്മൾ പഠിച്ചെടുക്കുന്ന സുവിശേഷം മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം. മനസ്സിലായോ? അതുണ്ടാവാനാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടത്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അല്ലെ എക്സ്പ്ലെയിൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോ, പുത്രൻ ഇല്ലെങ്കിൽ ജീവനില്ല. ക്രിസ്തു നമ്മുടെ ദൈവമായി, ദൈവപുത്രനായി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും അംഗീകരിക്കുകയും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നമ്മളിൽ ജീവനില്ല. ജീവനില്ലെന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് ബന്ധമില്ല. പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ. എന്ത് കാര്യം വേണോ നടക്കും. അതിന് ദൈവം വേണമെന്നില്ല. അതിന് യേശു ദൈവപുത്രൻ അംഗീകരിക്കണമെന്നേ ഇല്ല. പിശാചിനെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ചോദിക്കുന്നത് എന്തും കിട്ടും. പിശാച് അതാ പറഞ്ഞേ, ഒന്ന് വീണ് നമസ്കരിച്ചാൽ എല്ലാം തരാമെന്ന് പറഞ്ഞേ. കർത്താവ് എന്തോ പറഞ്ഞേ, ലോകത്തെ വിട്ടേച്ച് എൻ്റെ പറയുക, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകും, എവിടെ എല്ലാം കളഞ്ഞേച്ചുമ്പാ. നിങ്ങൾക്ക് എൻ്റെ പറയുക വരാൻ കണ്ണ് ബുദ്ധിമുട്ടാണെങ്കിൽ ചൂഴ്ന്ന് കളയാൻ വേണ്ടേ. കർത്താവ് പറയുന്നത് ഇതാ, എൻ്റെ പറയുക വരാൻ കൈ ബുദ്ധിമുട്ടാണെങ്കിൽ വെട്ടിക്കളയാൻ, കാല് പ്രയാസമാണെങ്കിൽ വെട്ടിക്കളയാൻ.
രണ്ട് കാലുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റക്കാലുള്ളവനായി സ്വർഗത്തിൽ പോകുന്നത് നല്ലത്. ജീവനിൽ പ്രവേശിക്കുക, ആ വാക്കാണ് ഉപയോഗിക്കുന്നത്, ജീവനിൽ പ്രവേശിക്കുന്ന നല്ലത്. അപ്പോൾ ക്രിസ്തുവിന്റെ സന്ദേശം വളരെ ഷാർപ്പാണ്, അല്ലേ? പിശാച് പറയുന്നത് വളരെ ലൈറ്റായിട്ടാണ് പറയുന്നത്. അപ്പോൾ കണ്ടോ, ഇത് വളരെ ഗൗരവമുള്ള വാക്യമാണ് ഈ വാക്ക്. അതാണ് ഞാൻ ഇത് പ്രസംഗിക്കാൻ തന്നെ ഞാൻ എന്താ പറയുക, അല്ല സ്കിപ്പ് ചെയ്ത് വിടാന്നൊക്കെ ഞാൻ വിചാരിച്ചാണ്. പക്ഷേ ഇത് ഗൗരവമുള്ള കാര്യം, ഇത് പറഞ്ഞാലേ പറ്റുള്ളൂ. ഒരല്പം തിയോളജിക്കലി സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്. ചർച്ചിനകത്ത് അത്ര പ്രസംഗിച്ചാൽ നിങ്ങൾക്ക് ഉറക്കം വരുന്ന സാധനമാണ്, പക്ഷെ പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. സ്വതന്ത്രം ക്ഷമിക്കണമെന്നൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾ കേൾക്കണം. അതെ, സ്വതന്ത്രം. അപ്പൊ ഇവിടെ പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. ഇനി പുത്രനെ കുറിച്ചുള്ള സാക്ഷ്യമാണ് നമ്മൾ മുകളിൽ കാണുന്നത്. 6 മുതൽ വായിച്ചാൽ 6 പറയാണ്, ജലത്താലും രക്തത്താലും വന്നവൻ യേശു തന്നെ. അപ്പൊ ശരിക്കും യോഹന്നാൻ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ മിടുക്കനായ ശിഷ്യനാണ്. 4 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 5 പുസ്തകങ്ങൾ. 1, 2, 3 യോഹന്നാന്റെ സുവിശേഷം, വെളിപ്പാട്. 5 പുസ്തകം എഴുതിയ ആളാണ് മൂപ്പരെ. 5 ഈടുറ്റ പുസ്തകമാണ്. സുവിശേഷങ്ങൾ 4 ഉള്ളപ്പോൾ 3 സമവീക്ഷണ സുവിശേഷം എന്ന് പറയും, സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരേ വീക്ഷണത്തിൽ നോക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അത്ഭുതങ്ങളിലാണ് അവർ കണ്ണുവച്ചിരിക്കുന്നത്. മത്തായി ആയാലും മർക്കോസ് ആയാലും ലൂക്കോസ് ആയാലും യേശുവിൻ്റെ അത്ഭുതങ്ങളിൽ കണ്ണുവെക്കുമ്പോൾ യോഹന്നാൻ കണ്ണുവെക്കുന്നത് യേശു ദൈവപുത്രനാണെന്ന് തെളിയിക്കാനാണ്, അല്ലേ? അതാണ് തുടക്കം പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 14 വാക്യം, ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. സ്വതന്ത്രം, അതാണ് ദൈവം. ആ രീതിയിൽ പുള്ളി പരിചയപ്പെടുത്തുകയാണ്. റൈറ്റ്. പിന്നെ വരുന്ന എല്ലാ എഴുത്തുകളും നിങ്ങൾ നോക്കിയാൽ യോഹന്നാൻ എഴുതുന്ന ഒരു സാധനവും മറ്റാരും എഴുതിയിട്ടില്ല. അത്ര സൂപ്പറായിട്ടുള്ള സംഭവങ്ങൾ അവിടെ കിടക്കുമ്പോൾ മത്തായിക്കും മർക്കോസിനും ലൂക്കോസിനും ഈ സാധനങ്ങൾ ഒരെണ്ണം കണ്ടില്ല. അവർ വേറെ കാര്യങ്ങൾ, മുട്ടുവേന മാറിയത്, പനി മാറിയത്, കുഷ്ഠരോഗിക്ക് സുഖമായതൊക്കെയാണ് അവരെഴുതിയത്. ഈ മൂപ്പർ ഒരെണ്ണം അത് എഴുതിയിട്ടില്ല. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു, ഞാൻ ഇടയനാകുന്നു, ഞാൻ വാതിലാകുന്നു. കണ്ട, ഈ സാധനം മറ്റവരെഴുതിയില്ല, മറ്റൊരു ഇതൊന്നും കണ്ട. ഇതാണ് ഇതിന്റെ സംഭവം. ഒരേ മീറ്റിങ്ങിന് വ്യത്യസ്ത ആൾക്കാർ. യോഹന്നാൻ കണ്ട സാധനം വേറെയാണ്, ഈ 3 കണ്ടത് വേറെയാണ്. നമ്മളും അങ്ങനെയാണ്. ചിലർ വചനമായിരിക്കും ശ്രദ്ധിക്കുക, ചിലർക്ക് പാട്ടായിരിക്കും ശ്രദ്ധിക്കുക, ചിലർ ഉച്ചത്തെ ഊണായിരിക്കും ശ്രദ്ധിക്കുക. സാമ്പാറിൽ എന്തോ ഒരു കുറവുണ്ട്. എല്ലാം ശ്രദ്ധിക്കണം. ഇത് എല്ലാത്തിനും ആള് വേണം. കട്ടിലാകുമ്പോൾ 4 കാല് വേണം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു കാലായി പോകും. എല്ലാവരും ഒരേ ഇതിനൊരു കാലേ ഉള്ളൂ. നമ്മൾ കട്ടിൽ പോലെ 4 കാലും വേണം, 4 ഐറ്റവും വേണം. ശ്രദ്ധിക്കുന്നുണ്ടോ? ലെറ്റ്സ് കം ബാക്ക്. സീ, അപ്പോൾ ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാകുന്നു. യേശുവിനെ പരിചയപ്പെടുത്തുക. യേശു ജലത്താലും വന്നു, രക്തത്താലും വന്നു. സ്തോത്രം. ഇനി ഓടിച്ച് പറഞ്ഞ് മനസ്സിലാക്കാം. ജലത്താൽ വന്നു എന്ന പറച്ചില്, ഇനി ഇത് നിങ്ങൾ അറിയേണ്ടത്, ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാണ് നമ്മൾ മനുഷ്യര്. ദൈവത്തിൽ നിന്ന് അകന്ന് നമ്മൾ ഒരു ലൈനിന് വെളിയിൽ പോയി, തോട്ടത്തിന് പുറത്തു പോയി. അപ്പൊ അകത്ത് ദൈവം നിൽക്കുന്നു, പുറത്ത് നമ്മൾ നിൽക്കുന്നു. നമ്മുടെ കൂടെ ആരുണ്ട്? പിശാചുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇത് രണ്ടായിട്ട് നിൽക്കുകയാണേ. അപ്പൊ ദൈവത്തിന്റെ സൈഡിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, പിന്നെ ദൂതന്മാര്, സ്വർഗത്തിലെ ബാക്കി ടീമുകളൊക്കെ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നമ്മളും പിശാച് ടീമുകളും നമ്മളും ഉണ്ട്. രണ്ടും ബലാബലൻ ടീമുണ്ട്. ദൈവത്തിന് ഇപ്പുറത്ത് വന്ന് നമ്മളെ കൊണ്ടുപോകണം. കാരണം നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമ്മളെ ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. നമ്മൾ അപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പൊ നമ്മളെ കർത്താവിന് കൊണ്ടുവരണം. പിശാചിനാണെങ്കിൽ നമ്മളെ വിടാൻ ഒരു ഇഷ്ടവും ഇല്ല. പിശാചിന് നമ്മളെ എങ്ങനെയെങ്കിലും ഇവിടെ നിർത്തണം. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് പോകാൻ വേണ്ടി കരയുകയാണ്. ഇടയ്ക്ക് ഇങ്ങോട്ട് പോകാൻ വേണ്ടി പിടിക്കുമ്പോൾ പിശാച് ചോദിക്കും, എന്താണ് വേണ്ടത്? അല്ലേ? പാല് വേണമെന്ന് പറഞ്ഞാൽ പാല് കുപ്പി തരും, PP വേണമെന്ന് പറഞ്ഞാൽ PP തരും, മൊബൈൽ വേണമെന്ന് പറഞ്ഞാൽ മൊബൈൽ തരും, 10 സെന്റ് സ്ഥലം വേണമെന്ന് പറഞ്ഞാൽ സ്ഥലം തരും. എന്ത് വേണത്തില്ല, നീ അവിടെ പോവരുത്. ഇവിടുത്തെ പ്രശ്നം ഇതിന്റെ അന്തം നരകമാണ്. ജീവൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പുറത്ത് കയറണം. അപ്പൊ ഇപ്പുറത്ത് കയറാൻ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഓപ്ഷൻ ഇല്ലാതെ വരുമ്പോഴാണ് ദൈവം ഒരു പരിപാടി ചെയ്തത്. ദൈവം തൻ്റെ പുത്രനെ ജലത്താൽ രക്തത്താൽ നമ്മുടെ ഇടയിലോട്ട് വിട്ടു. വളരെ ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ. ഇത് തിയോളജിക്കലി ഇച്ചിരി ഒരു ഗൗരവമേറിയ കാര്യമാണ്. അപ്പോൾ അതിനെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് മനസ്സിലാക്കി തരണമെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ഒരു അല്പം റിസ്ക് ആണ്. ഈസിയാണ് മനസ്സിലാക്കി എടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് സെൻട്രൽ ലൈനാണ്. ഈ സൈഡിൽ ദൈവവും ഈ സൈഡിൽ ചെകുത്താനും നമ്മളും നിൽപ്പുണ്ട്. അപ്പൊ ദൈവത്തിന് എന്ത് ചെയ്യണം? നമ്മുടെ അടുക്കൽ വന്ന് നമ്മളെ വീണ്ടെടുത്തോണ്ട് പോകണം. അതാ വീണ്ടെടുപ്പെന്ന് പറയുന്നത്. വീണ്ടെടുപ്പെന്ന് പറയുന്നത് അവിടെ ഇവിടെ വന്ന് നമ്മളെ വീണ്ടെടുത്തോണ്ട് പോകണം.
മനസ്സിലായി? ആ കാര്യം പെട്ടിരുന്നുണ്ടോ? നമ്മൾ ഇവിടെ വന്ന് വീണ്ടെടുത്തുകൊണ്ട് പോകണം. അതാണ് പരിപാടി. അപ്പോൾ ആള് നേരെ അവിടെ നിന്ന് ഇവിടെ വരും. അപ്പൊ ആൾ അവിടെ നിന്ന് ഇവിടെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നിൽക്കുന്ന ആളിന്റെ പാപം ഏറ്റെടുക്കാൻ പാകത്തിന് ഇവരുടെ കൂടെ ചേരാനുള്ള സെറ്റപ്പിൽ വേണം വരാൻ. മനസ്സിലായോ? പാപികളോട് കൂടെ ചേരാനുള്ള സംവിധാനത്തിൽ വേണം അവിടെ നിന്ന് വരുന്ന ആൾ വരാൻ. അതിനു വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ അവിടെ നിന്ന് ജഡമെടുപ്പിച്ച് താഴേക്ക് ഇറക്കിയത്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവം മനുഷ്യരിലേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ മനുഷ്യരിലേക്ക് ഇറങ്ങി വന്നപ്പോൾ സംഭവിച്ചത് എന്താണ്? ഈ ഇറങ്ങി വന്ന ആളിനെ ദൈവമായിട്ട് അംഗീകരിക്കാതിരിക്കാൻ പിശാച് ഉടായിപ്പിറങ്ങി. സംഭവം പിടികിട്ടിയോ? ഈ ഇറങ്ങി വന്ന ആളിനെ ദൈവമായിട്ട് അംഗീകരിക്കാത്ത ഒരു പിക്ചർ ഉണ്ടാക്കി. അതാണ് യഹോവ സാക്ഷികൾ. അതിൽ വിജയിച്ചത് യഹോവ സാക്ഷികളേക്കായി. യഹോവ സാക്ഷികൾ നിസ്സാര കേസാണ്. വിജയിച്ചത് ഇസ്ലാമാണ്. ഇസ്ലാം പാക്ക നാട് മൊത്തം പഠിപ്പിക്കുകയാണ് യേശു ദൈവപുത്രനല്ല, പ്രവാചകൻ. ആ പ്രവാചകന്റെ കൂടെയുള്ളതാണ് നമ്മുടെ സാധനം. എന്തേന്നിപ്പോണ്ട് 1,25,000 പേര് പ്രവാചകന്മാരുണ്ട്. അതിൽ നോഹയുണ്ട്, ലോത്തുണ്ട്, ആദമുണ്ട്, യോബുണ്ട്, ദാവീദുണ്ട്. നിരത്തി നിർത്തിയിട്ട് താഴെമാര് യേശുവിനെ ആ ലിസ്റ്റിൽ നിർത്തിയിട്ട് ബാക്കിൽ ഒരുത്തനെ കൂടെ കയറ്റി നിർത്തി കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഇനി പുറകോട്ടൊന്നും ഓടിക്കളയരുത്. ദേവൻ കൂടെ നിപ്പുണ്ട്. ശലോമോന്റെക്കാളും വലിയവൻ ലാസ്റ്റിൽ കൊണ്ട് നിർത്തി കൊടുത്ത പ്രവാചകൻ. മനസ്സിലായോ? അതിന് ഭയങ്കര പേര് കിട്ടി നാട്ടിൽ, ഭയങ്കര വളർച്ച ഉണ്ടായി നാട്ടിൽ. ഞാൻ പറഞ്ഞ മുഹമ്മദിനെ കുറിച്ചാണ് പറഞ്ഞേ. ഭയങ്കര വളർച്ച ഉണ്ടായി നാട്ടിൽ. സ്വത്രം. അപ്പൊ നമ്മളിവിടെ കിടക്കുക, നമ്മളിവിടെ കിടക്കുക. അപ്പൊ നമ്മള് യേശു ദൈവപുത്രൻ എന്ന് അക്സെപ്റ്റ് ചെയ്യാതെ വന്നാൽ നമുക്ക് എന്തുണ്ടാവില്ല? ജീവൻ ഉണ്ടാവില്ല. ഉറങ്ങരുത്, അല്ലേ? വളരെ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ ഉറങ്ങുന്നത് എനിക്കറിയാം. വളരെ ശ്രദ്ധിച്ചിരുന്നത് ഇതിങ്ങനെ തലയ്ക്ക് മേളിൽ കൂടെ പോയാൽ പോയി കേട്ടോ. ഗൗരവമുള്ള കാര്യം. അതാ ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. അപ്പൊ യേശു എങ്ങനെ വരിക? താഴേക്ക് വന്ന് മനുഷ്യരിലേക്ക് ചേരുകയാണ്. ചേരാൻ വേണ്ടി വരുന്നതാണ് ഈ 2 പോയിന്റാണ് അവിടെ എടുത്തു പറയുന്നത്. അവൻ ജലത്താലും രക്തത്താലും. ഇനി നമുക്ക് ഒരു വാക്യം ഒന്ന് വായിച്ചു വെച്ച് നമുക്ക് താഴേക്ക് വരാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് വരാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം വിട്ടു വായിച്ചോളൂ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകുക. മക്കൾ കേട്ടോണേ, മക്കൾ ഇവിടെ നിൽക്കുക, മക്കൾ ഈ സൈഡിൽ നിൽക്കുക. റൈറ്റ്. അപ്പൊ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ യേശുവും അവരെ പോലെ എന്ന് പറഞ്ഞാൽ പാപത്തിൽ കിടക്കുന്ന മനുഷ്യരായ നമ്മളെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. കണ്ടോ? ജഡരക്തങ്ങളോട് കൂടിയവനായി. അപ്പൊ ഇതാണ് തിയോളജിക്കലി ഇവിടെ സംസാരം നടക്കുന്നത്. യേശു എങ്ങനെ ദൈവമാകും? യേശു എങ്ങനെ ദൈവപുത്രനാകും? യേശുവിനെ എങ്ങനെ നമുക്ക് വേണ്ടി മരിക്കാൻ പറ്റും? യേശു വെറും മനുഷ്യനല്ലേ? ഇതൊക്കെ ഇവിടെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് നടക്കുന്നതിന് കാരണം യേശുവിനെ വെറും മനുഷ്യനാക്കി മാറ്റുന്നതോടുകൂടി യേശുവിൻ്റെ മരണം കൊണ്ടുണ്ടാകുന്ന പാപപരിഹാരത്തെ തടയാൻ കഴിയും. മാക്സിമം ആൾക്കാരുടെ കണ്ണു മറയ്ക്കാൻ പിശാചിന് കഴിയും. അപ്പോൾ പിശാച് കൃത്യമായി പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ മറയ്ക്കാൻ ശ്രമിക്കുന്നത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിനെ ഒരാൾ അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നും പിശാചിനില്ല, പ്രയാസമൊന്നും പിശാചിനില്ല. പക്ഷേ ക്രിസ്തുവിനെ ദൈവപുത്രനായി, അതാ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, യേശുവിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പിശാച് എവിടെല്ലാം സംസാരിച്ചിട്ടുണ്ടോ എപ്പോഴും സംസാരിക്കുന്നത് നീ ദൈവപുത്രനെങ്കിൽ, നീ ദൈവപുത്രനെങ്കിൽ കല്ലപ്പാക്ക് ഉണ്ടോ? ക്രൂശി കിടക്കാൻ പറയാ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ. എന്താ കാര്യം? ഇവൻ അറിയൊക്കെ ചെയ്യാം. ദൈവപുത്രൻ എന്ന പദവിക്ക് കേടുവരുത്തുകയാണ് ഇവന്റെ ഉദ്ദേശം. കല്ലപ്പമാക്കി തിന്നുകൊണ്ട് പിശാച് പറയുന്നത് കേട്ടാൽ കർത്താവ് മെനക്കെട്ട് വേഷം കെട്ടിയത് വാഴാവും, അല്ലേ? അതാ വഴിക്ക് വെച്ച് ആഹാരം കൊടുക്കാൻ വേണ്ടി ശിഷ്യന്മാരെല്ലാവരും കൂടെ ആഹാരം പൊറോട്ട ഇറച്ചൊക്കെ കൊണ്ടുവച്ചിട്ട് നിൽക്കുകയാണ്. കർത്താവ് ശമര്യക്കാര സ്ത്രീയോട് സുവിശേഷം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ യവന്മാരുടെ ഇടയിൽ ചുമ്മാ വേശ്യസ്ത്രീയോട് വർത്തമാനം പറഞ്ഞു ഇടയെന്ന് വിളിക്കില്ല. ഗുരു വേശ്യസ്ത്രീയോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ വരൂ, പൊറോട്ട ഇറച്ചി തണുത്തു പോകും, പെട്ടെന്ന് കഴിക്കാം. അപ്പോൾ കർത്താവ് പറയാണ്, എന്നെ അയച്ചവൻ്റെ വേല തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. ഇത് വലിയ കാര്യമൊന്നുമില്ല. നമ്മളാണെങ്കിൽ അങ്ങനെ നമ്മൾ അപ്പോൾ അവിടെ പ്രോഗ്രാം നിർത്തും, എന്നിട്ട് വെയിറ്റ് ചെയ്യണേ ശമര്യക്കാരൻ, നീ വെള്ളം കോരിയിട്ട് ബാ നമുക്ക് വചനം പറഞ്ഞുതരാം. നമ്മളങ്ങനെ പറയും. ശമര്യക്കാരി സ്ത്രീ ഉച്ചയ്ക്ക് വെള്ളം കോരാൻ വരുള്ളൂ. ആ സമയം നോക്കി കർത്താവ് അവിടെ ചെല്ലുകയാണ്. ഇച്ചിരി വെള്ളം കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു, അല്ലേ? അവൾ അടുത്തടിച്ച് ചോദിക്കുകയാണ്, യഹൂദനായ നീ എന്നോട് വെള്ളം ചോദിക്കുന്നു? അപ്പൊ ഉപദേശമൊക്കെ അവൾക്കറിയാം, അല്ലേ? കർത്താവ് പറയാം, നിന്നോട് വെള്ളം ചോദിക്കുന്ന ഞാൻ ആരെന്ന് നീ അറിഞ്ഞെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്യത്തിന് കറക്റ്റ് അർത്ഥം എങ്ങനെയാണ്? നിന്നോട് വെള്ളം ചോദിക്കുന്ന ഞാൻ ദൈവത്തിൻ്റെ ദാനമാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് ചോദിക്കുമായിരുന്നു. മനസ്സിലായോ?
നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ഗുണം പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ വേഷം കെട്ടി വന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ ദാനമാണ് ഞാൻ. ആ സംഭവം നീ അറിഞ്ഞാൽ നീ എന്നോട് വെള്ളം ചോദിക്കുമായിരുന്നു, ഞാൻ ജീവജല നദി നിനക്ക് തരുമായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് അവളെ ചോദിച്ചത്, ഇവിടെ എനിക്ക് കിണറുണ്ട്, അബ്രഹാം കുഴിച്ചെന്ന് യാക്കോബ് കുഴിച്ച കിണർ ഇവിടെ കിടപ്പുണ്ട്, ഇതിനേക്കാളും വലുതാണോ നീ പറയുന്നേ? അപ്പം കർത്താവ് പറയാ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ നദി ഒഴുകും, നദി ഒഴുകും. ആ വാക്കിൻ്റെ ആ പോക്കുണ്ട്, സ്ട്രക്ചർ കേട്ടോ. എന്നിൽ വിശ്വസിക്കുന്ന ഒരു പാള വെള്ളമല്ല, ഞാൻ ചോദിച്ച ഒരു പാള വെള്ളമാണ്. എന്നിൽ വിശ്വസിച്ചാൽ എൻ്റെ ഉള്ളിൽ നിന്ന് നദി ഒഴുകുമെന്നാണ് പറഞ്ഞേ. കണ്ടോ? അപ്പം അവൾക്ക് മനസ്സിലായി. അപ്പം കർത്താവ് പറഞ്ഞു, പോയി കെട്ടിയനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അപ്പോഴത്തെ അവൾ പറഞ്ഞു, അങ്ങനെ എനിക്ക് ആരും ഇല്ല. കർത്താവ് പറഞ്ഞു, അത് ശരി, എൻ്റെ ബുക്കും പേപ്പറുകളൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവ്, നീ നിസാര പാർട്ടി അല്ലേ? പാള തറയിലിട്ടു, കയറും തറയിൽ വെച്ചു, ഒറ്റ ഓട്ടം ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ഞാൻ മശിഹയെ കണ്ടു. ഉണ്ടോ? ഒരു വേശ്യാസ്ത്രീയാണ്, ഞാൻ മശിഹയെ കണ്ടു. ആ സമൂഹം മുഴുവൻ രക്ഷിക്കപ്പെടുകയാണ്. ഇതാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പണി. ആർക്കും കൊള്ളാത്തവരായി നമ്മൾ കിടന്ന് നമ്മളെ യേശുവിൻ്റെ വചനം കർത്താവ് നമ്മുടെ ഉള്ളിൽ നിറച്ചിരിക്കുക. നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ പാളയും കയറും തൂക്കിക്കൊണ്ട് നടക്കാനല്ല, ഇറങ്ങി ജനത്തോട് പറയണം, ഞാൻ മശിഹയെ കണ്ടു. ഞാനും നിങ്ങളും ഇവിടെ ഇറങ്ങി ട്രാക്ട് കൊടുത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുള്ളിടത്ത് ട്രാക്ട് കൊടുത്ത് ഒരുത്തനെ നമ്മൾ വചനം പഠിപ്പിച്ച് അവനെ VBSന് കൊണ്ടുവന്ന് 2 ബിസ്ക്കറ്റും ചായയും കൊടുത്ത് അവനെ നമ്മൾ മിടുക്കനാക്കി മാറ്റി നാളെ അവൻ കർത്താവിന് കൊള്ളാകുന്നവനായി മാറിയാൽ, നമ്മൾ മരിച്ചു കഴിഞ്ഞാലും അവൻ കർത്താവിന് വേണ്ടി ശുശ്രൂഷിക്കുമ്പോൾ അവൻ നേടുന്ന ആത്മാക്കളുടെ ബെനിഫിറ്റ് എൻ്റെ അക്കൗണ്ടിൽ ചേർന്നുകൊണ്ടിരിക്കും. ഞാനിവിടെ പ്രസംഗിക്കുന്നതിന് ആർക്കൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടായിരിക്കും അറിയാവോ? ഞാൻ പുനലൂർ ബെഥേൽ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ആകെ കൊടുത്തുകൊണ്ടിരുന്ന 500 രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഫുൾ ഫീസാണ്, അന്നത്തെ ഫുൾ ഫീസ് 500 രൂപയാണ്. പെർ മന്ത് 500 രൂപ. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ 5000 രൂപയുടെ ഫുഡ് കഴിക്കും. അപ്പോൾ ബാക്കി പൈസ എവിടെ നിന്ന് ചോദിച്ചാൽ ഏതോ കറുപ്പൻ, അല്ലെങ്കിൽ ഏതോ സായിപ്പ്, അല്ലെങ്കിൽ ആരൊക്കെയോ കൊടുത്ത പൈസ. അതുകൊണ്ട് ഞാൻ പഠിച്ചു, ഞാനത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ ജനം ഗുണം പിടിക്കുന്നെങ്കിൽ, ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ജനം രക്ഷിക്കപ്പെടുന്നെങ്കിൽ, അതിൻ്റെ അക്കൗണ്ട് എനിക്ക് മാത്രമല്ല കിട്ടുന്നത്. എനിക്ക് ഫുഡ് തരാൻ വേണ്ടി ആരൊക്കെ എവിടെ നിന്നൊക്കെ പൈസ കൊടുത്തോ അവർക്കെല്ലാവർക്കും അത് കിട്ടിക്കൊണ്ടേയിരിക്കും. ആ ബാച്ചിന് വേണ്ടി ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം അത് കിട്ടിക്കൊണ്ടേയിരിക്കും. എന്നെ പഠിപ്പിച്ച അധ്യാപകർക്കെല്ലാം അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. അവരൊക്കെ പലരും മരിച്ചു കഴിഞ്ഞു, പക്ഷേ അവരുടെ അക്കൗണ്ടിൽ ഇപ്പോഴും ഈ സംഭവം ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ അക്കൗണ്ട് ചുമ്മാ എടുത്ത് നോക്കിയേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹിറ്റ്ലർ പല പ്രാവശ്യം യഹൂദന്മാരുടെ അടുത്ത് പഠിക്കാൻ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സൺഡേ ക്ലാസ് പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവനെ അകത്ത് കയറ്റിയിരുത്തിയില്ല. കാരണം അവന് വൃത്തിയുള്ള നിക്കറുമില്ല, മൂക്ക് ഒലിപ്പിച്ചൊക്കെ വന്ന് അവൻ നിന്നതുകൊണ്ട് അവനെ അവർ ക്ലാസ്സിൽ കയറ്റിയിരുത്തിയിരുന്നില്ല. 2-3 വട്ടം തുടരെ ക്ലാസ്സിൽ കയറാൻ വേണ്ടി വന്നപ്പോഴും അവനെ കയറ്റാതെ വന്നപ്പോൾ അവൻ ഹൃദയത്തിൽ തീരുമാനമെടുത്തു, യവന്മാരെ ഞാൻ കൊല്ലും. അത് ചുമ്മാ എടുത്ത തീരുമാനമാണ്. പക്ഷെ പിന്നീട് ആ തീരുമാനം വളർന്നു വലുതായി. യഹൂദന്മാരെ 60 ലക്ഷം പേരെ കൂട്ടക്കൊല ചെയ്യാൻ അവൻ്റെ കൈക്ക് ശക്തി പകർന്നത് ആ ഒരു സാധനമാണ്. പക്ഷെ അവനെ അവർ നേരത്തെ അകത്ത് കയറ്റിയിരുത്തി വചനം പഠിപ്പിച്ച് കൊടുത്തിരുന്നുവെങ്കിൽ അവൻ മിടുക്കനായ ഒരു ഭരണാധികാരിയോ ആരെങ്കിലുമൊക്കെ ആയി ലോകം അറിഞ്ഞേനെ. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ അതിൽ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. അത് ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. അത് ചെയ്യുക നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മളത് ചെയ്യണം. കാര്യങ്ങൾ നിസ്സാരമായി നമ്മൾ കാണരുത്. ഒരു ആപ്പിൾ എടുത്ത് കയ്യിൽ തന്നാൽ അതിനകത്ത് എത്ര കുരു ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റൂലേ? പറ്റും. പക്ഷെ ഒരു കുരു എടുത്ത് കയ്യിൽ തന്നിട്ട് അതിനകത്ത് എത്ര ആപ്പിൾ, ഒരു വിത്ത് എടുത്ത് കയ്യിൽ തന്നിട്ട് അതിനകത്ത് എത്ര ആപ്പിൾ ഉണ്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? കാര്യം അതിനകത്ത് ടൺ കണക്കിന് കിലോ ആപ്പിൾ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇല്ലെങ്കിൽ ആ വിത്തിനെ വായിക്കാത്തിട്ട് ചവച്ച് കളഞ്ഞാൽ മതി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ VBSന് കയ്യിൽ കിട്ടുന്ന ഒരു വിത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാത്തിട്ട് ചവയ്ക്കാം. അവൻ്റെ ആയുസിൽ പിന്നെ ഒരു ആപ്പിൾ അതിൽ നിന്നും ഉണ്ടാവില്ല. അല്ല, അതിനെ നടേണ്ടടുത്ത് നട്ട് കൊടുക്കേണ്ടതുപോലെ അല്പം വെള്ളം കൊടുത്ത് അതിനൊരു ചെടിയാക്കി മാറ്റിയാൽ അതിൽ നിന്ന് 100 കണക്കിന് ആപ്പിൾ ഉണ്ടാവും. അതിൻ്റെ വിത്ത് പിന്നീട് പലയിടത്തും നട്ട് മുളച്ച് ലക്ഷക്കണക്കിന് ആപ്പിൾ ഉണ്ടാകും. ആ ഒറ്റ വിത്തിൽ നിന്ന് എത്ര കോടി ആപ്പിൾ ഉണ്ടായെന്ന് ഒരിക്കലും നട്ടവന് പറയാൻ പറ്റില്ല. അത്രയ്ക്കധികം ഉണ്ടാകും. അതുകൊണ്ട് വേണമെങ്കിൽ നിലത്തോട്ട് നട്ട് അതിനെ വലിയ മരമാക്കാം, അല്ലെങ്കിൽ വായിലിട്ട് ചവച്ച് കളയാം. കയ്യിൽ കിട്ടുന്ന കാശ് മുഴുവൻ നിങ്ങൾക്ക് വായിക്കാത്തോട്ട് ഇടാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ മുളപ്പിക്കാം. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, ഏറിയ നാൾ കഴിയുമ്പോൾ ഇറ്റ് വിൽ കം ബാക്ക്. സ്തോത്രം. കാര്യങ്ങൾ മനസ്സിലാകുന്നത് ഞാൻ പ്രത്യാശിക്കുകയാണ്. എനിക്ക് ഒരുപാട് ഗൗരവമേറിയ കാര്യം പറയാനുണ്ട്. ഐ വുഡ് ലൈക്ക് ടു കം ബാക്ക്.
ഈ ഭാഗത്ത് നിന്നിരുന്ന മക്കൾ ജഡരക്തങ്ങളുള്ളവരായതുകൊണ്ട് അവരെ നേടാൻ ക്രിസ്തു ഇവരെ പോലെ ജഡമണിഞ്ഞു. ആ വാക്കാണ് അതിന്റെ കറക്റ്റ്, ജഡമണിഞ്ഞു. മനസ്സിലുണ്ടോ? ജഡമണിഞ്ഞു. ആ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. രക്തത്താൽ വന്നവനാണ് അവൻ. രക്തത്താൽ വന്നവൻ എന്ന് പറഞ്ഞാൽ ജഡമണിഞ്ഞു വരികയാണ്. എന്തിനാ ജഡമണിഞ്ഞു വന്നത്? നമ്മൾ ജഡത്തിലുള്ളവർ, നമ്മൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് നമ്മളെ വിടുവിക്കാൻ യേശു ജഡരക്തങ്ങളോടുകൂടെ വന്നു. അല്ലേ? അതാ പറഞ്ഞ മനുഷ്യ സാദൃശ്യത്തിലായി, വേഷത്തിൽ മനുഷ്യനായി, വചനം ജഡമായി തീർന്നു. എന്തിനാ ഇതൊക്കെ നടന്നത്? ഇതൊക്കെ നടന്നത് ജഡത്തിലിരിക്കുന്ന നമ്മളെ വിടുവിക്കാനാണ്. അപ്പോഴും നമ്മൾ പഠനം നടക്കുകയാണ്. അപ്പൊ യേശുവിന് ജഡം ഉണ്ടായിരുന്നു, അപ്പൊ യേശു മനുഷ്യനാണ്. പിശാചിന്റെ ടെക്നിക്ക് അവിടെയാണ്. മനസ്സിലാണ്ടോ? ഇനി താഴോട്ട് വായിക്ക്, 2 വാക്യോട് വായിക്ക്. മക്കൾ ജഡരക്തങ്ങൾ കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങൾ കൂടിയവനായി മരണത്തിന്റെ അധികാരിയെ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. അപ്പൊ താൻ മരിച്ചേ പറ്റൂ. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ ചുമന്നു മാറ്റണമെങ്കിൽ താൻ മരിച്ചേ പറ്റൂ. താൻ മരിക്കണമെങ്കിൽ താൻ രക്തത്തിൽ വന്നേ പറ്റൂ. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ രക്തത്താൽ വന്നവൻ ഇവൻ തന്നെ. അതുകൊണ്ടോ രക്തത്താൽ വന്നവൻ ഇവൻ തന്നെ. ആ രക്തമാണ് നമുക്ക് വേണ്ടി ചൊരിഞ്ഞു തന്നത്. എന്തിന്? എന്നെയും നിങ്ങളെയും വിടുവിക്കാൻ. അതാ മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ, മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. കണ്ടോ? ആ വാക്ക് കണ്ടോ? നീക്കി. നമ്മുടെ മേലുണ്ടായിരുന്ന അധികാരത്തെ എടുത്തു മാറ്റി. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ മെച്ചം. ലോകത്തിൽ ഒരു ദൈവത്തിന് ഇത് തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ മതപരിവർത്തനം ചെയ്യുന്ന പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ മാറ്റിയ മറ്റൊരാൾ ഇവിടെ ഇല്ല. ഞങ്ങളുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ വേണ്ടി ജഡത്തിൽ വെളിപ്പെട്ട മറ്റൊരു ദൈവം ഇവിടെ ഇല്ല. അത് പറയാൻ എന്തോ പേടിക്കാതിരിക്കുന്നു? നമ്മൾ മറ്റു ദൈവത്തെ പോലെയാണ് ഇത്. നോ, ഈ ദൈവത്തെ കുറിച്ച് ഗീത പറഞ്ഞിട്ടുണ്ട്, ഒരു ഗീതയിലും പറഞ്ഞിട്ടില്ല. ഈ ഗീത പറയും. അല്ലേ? ഭഗവത്ഗീതയിലൊന്നും പറഞ്ഞിട്ടില്ല. ചിലർ അറിയാം ഭഗവത്ഗീതയെ പറഞ്ഞിട്ടുണ്ട്, ഒരിടത്തും പറഞ്ഞിട്ടില്ല. അല്ലേ? വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പ്രജാപതിയാണ് ക്രിസ്തു. നോ, ഒരു പുസ്തകത്തിലും യേശുവിനെ കുറിച്ച് പറയുന്നില്ല. ഖുറാനിൽ യേശുവിനെ കുറിച്ച് പറയുന്നില്ല. യേശുവിനെ കുറിച്ച് പറയുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ വേദ പുസ്തകമാണ്. അല്ലേ? ഖുറാനിൽ നിങ്ങൾ കാണുന്നത് വേറെ ആരോ ആണ്. അയാൾ ഇനിയും വരും, വേറെ എന്തൊക്കെ പരിപാടികൾ അയാൾക്കുണ്ട്. അയാൾ മരിച്ച ആളല്ല. ഞങ്ങളുടെ യേശു മരണത്തിൽ നിന്ന്, നമ്മുടെ മേൽ നിന്ന് മരണത്തെ മാറ്റാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്നയാളാണ്. മനസ്സിലാകുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഇനി താഴേക്ക് വായിക്ക്. ജീവപര്യന്തം മരണഭീതിയാൽ, വാക്കുകളുണ്ടോ? ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. വല്ലൊക്കെ എഴുതതിനകത്ത് ബുക്ക് കൊണ്ടുവച്ചോണ്ടിരിക്കാതെ. ജീവപര്യന്തം അടിമകളായിരുന്നവരെ വിടുവിച്ചു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ എഴുതി പിടിപ്പിച്ചോണം. അല്ലാതെ റെഫറൻസ് മാത്രം എഴുതി വെച്ചാൽ ഒന്നും മനസ്സിലാവാനൊന്നും പോകുന്നില്ല. മനസ്സിലായോ? ഞാൻ ഈ പറയുന്ന കാര്യം കേട്ടോണ്ടിരുന്നിട്ട് വേണമെങ്കിൽ ഒരു വരയൊക്കെ വരച്ച് പടമൊക്കെ വരച്ച് എഴുതണം. ഇനി ചിരിച്ചോണ്ടിരിക്കരുത്, ഒന്നും മനസ്സിലാവൂല. സ്വതന്ത്രം. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ആ ഐഡിയ വെച്ച് വരയ്ക്കണം, ആ ഐഡിയ വെച്ച് എഴുതണം. എന്നാലേ വീട്ടിൽ പോയി നോക്കിയാൽ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഇത് മറന്നു. അല്ല റെഫറൻസ് മാത്രം എഴുതിച്ചിട്ട് എന്ത് കാണിക്കണം നിങ്ങൾക്ക്? അല്ലേ? റെഫറൻസ് വെച്ചൊന്നും കളി നടക്കൂല. ആ അർത്ഥം പരിശുദ്ധാത്മ നിങ്ങളോടൊന്ന് സംസാരിക്കുന്നു. റൈറ്റ് ഇറ്റ് ഡൗൺ. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ മാറ്റി മരണപര്യന്തം, ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു. അതാ നമുക്ക് ആ പേടി മാറിയത്. ആ പേടി മാറിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം വരും. ആ പേടിയിൽ ഇരിക്കുന്നവരുടെ സുവിശേഷം പറയാൻ നമ്മുടെ പരിപാടിയാണ്. അല്ലേ? അല്ല, നമ്മളെ എല്ലാ ഞായറാഴ്ച ആരാന്നൊക്കെ പറയാം കേട്ടോ. ഇവിടെ ആരെ കാണാൻ? ഈ സാധനം എന്താണെന്ന് അവന് പറയും. ഇത് സാധനം ചാർജ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ എല്ലാ ഞായറാഴ്ചയും കറക്റ്റായിട്ട് വരണം. വന്നാൽ ഒരുപാട് നന്മ ഉണ്ടാവും. എന്ത് നന്മ ഉണ്ടാവും? കടയിൽ കച്ചവടം നടക്കും. ആണോ? അല്ല, ഞായറാഴ്ച നമ്മൾ വരുന്നത് ചാർജ് ചെയ്യാനാണ്. മൊബൈൽ നമ്മളെ കൊണ്ട് രാത്രി ചാർജ് ചെയ്യാൻ ഇടൂലേ? എന്തിനാണ്? പിറ്റൊന്നും ഉപയോഗിക്കാൻ ഒക്കില്ല, ചാർജ് ചെയ്യണ്ടേ? അപ്പോൾ അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും ചാർജ് ചെയ്യണം നമ്മൾ, അല്ലേ? പിന്നെ മീറ്റിങ്ങൾക്ക് ചാർജ് ചെയ്യണം. അപ്പോൾ ചാർജ് നല്ല കൂടുതലാകുമ്പോൾ നമുക്കത് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും, മറ്റുള്ളവരടുത്ത് പറയാൻ പറ്റും, സുവിശേഷം പറയാൻ പറ്റും, കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് ഒരു ചാർജും ഇല്ല, ഒരു കട്ടയേ ഉള്ളൂ. മറ്റതും ഒരു ചെറിയ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എന്താ? റേഞ്ചും ഒരെണ്ണേ ഉള്ളൂ. അതിങ്ങനെയൊക്കെ വെച്ച് കാണിച്ചാൽ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. സ്തോത്രം. വായിക്കേ. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല,
അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാൻ എത്ര അവൻ വന്നത്. വാക്കിന്റെ ഡെപ്ത് കണ്ടോ? ദൂതന്മാരെ സംരക്ഷിക്കാനല്ല കർത്താവ് വേഷം എടുത്ത് താഴെ വന്നത്, അബ്രഹാമിന്റെ സന്തതിയെ രക്ഷിക്കാൻ. അപ്പൊ അബ്രഹാമിന്റെ സന്തതി എന്ത് ചെയ്തു? കൈവിട്ടു. എബ്രായ സഭയ്ക്ക് എഴുതുന്നുണ്ടായി ഈ വാക്ക് ഇങ്ങനെ വന്നത്. അബ്രഹാമിന്റെ മക്കൾ കൈവിട്ടപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? വാതിൽ തുറന്നിട്ട് അതിന് താല്പര്യമുള്ള എല്ലാവരും കയറിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെയാണ് വെളി കിടന്ന പിച്ചക്കാരായ നമുക്കൊക്കെ കയറാൻ പറ്റിയത്. ദൂതന്മാർക്ക് വേണ്ടി അല്ല യേശു വേഷം കെട്ടി വന്നത്, അബ്രഹാമിന്റെ മക്കളെ എടുക്കാൻ. അബ്രഹാമിന്റെ മക്കള് നമ്മളെ യേശുവിനെ മൈൻഡ് ചെയ്ത് വന്നപ്പോ വാതിൽ തുറന്നിട്ട് എന്നിട്ട് എല്ലാവരുടെ കയറിക്കൊള്ളാൻ പറഞ്ഞു. എല്ലാവരും ഇരച്ച് കയറുകയാണ്. അതാണ് നമ്മൾ ബൈബിളിൽ കണ്ടിട്ടില്ലേ? കല്യാണ സദ്യക്ക് കയറിയപ്പോ ഒരുത്തൻ കല്യാണ വസ്ത്രം ഇല്ലാതെ കയറി അല്ലേ? രണ്ട് കഥ ക്ലബ് ചെയ്ത് സംസാരിച്ചാൽ, കല്യാണം വെച്ചു, വലിയ വീട്ടുകാരാ, പുള്ളി കല്യാണം വെച്ചു. കല്യാണം വെച്ചപ്പോ വെളുപ്പാൻ രാവിലെ എല്ലാവരും മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, സോറി വരാൻ പറ്റില്ല, പടപടപടപടാ മെസ്സേജ് വരിക. നോക്കിയപ്പോൾ വിളിച്ച എല്ലാവരും സോറി മെസ്സേജ് വന്നു. രാവിലെ 5 മണിക്ക് ഓണർ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എല്ലാം സോറി മെസ്സേജ്. ആർക്കും വരാൻ പറ്റില്ല, എല്ലാവരും ബിസിയാണ്, എല്ലാവരും തിരക്കാണ്. അംബാനിയോ അങ്ങനെ ആരെങ്കിലും വലിയ ആളാണെന്ന് വെച്ചോളൂ നിങ്ങൾ. വമ്പൻ സംഭവം ക്രമീകരിച്ചു, വലിയ കല്യാണമാണ്, കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. രാവിലെ ബെൻസ് കാർ 100 വന്ന് നിരക്കേണ്ടതാണ്. ബെൻസ്, BMW, ജോഗർ അല്ലേ, ഇങ്ങനത്തെ സാധനങ്ങൾ വന്ന് നിരക്കേണ്ടതാണ്. ഇവന്മാരും വരൂല, ഇവന്മാർക്ക് ആർക്കും വരാൻ പറ്റില്ല. അവരെല്ലാവരും മെസ്സേജ് അയച്ചു, ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. അപ്പോഴെന്ത് ചെയ്തു? അപ്പോഴവിടെ നിന്ന് യജമാനൻ ജോലിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, റോഡ് സൈഡിൽ ഇരിക്കുന്ന ബംഗാളികളെല്ലാവരെയും വിളിക്കണം അല്ലേ. അവന്മാർ രാവിലെ പണി കിട്ടുമെന്ന് നോക്കി റോഡിൽ വന്നിരിക്കുകയാണ്, വായി നോക്കി തമ്പാക്കും വെച്ച് ബീഡിയും വലിച്ച് റോഡിലിരിക്കുകയാണ്. എല്ലാവരെയും പൊക്കണം. പൊക്കി എല്ലാവരെയും അങ്ങോട്ട് നിന്ന് തേച്ച് കുളിപ്പിച്ച് റെഡിയാക്കി മുടി വെട്ടിച്ച് നല്ല സൂപ്പറാക്കി ഫസ്റ്റ് ക്ലാസ് കോട്ടടിക്കണം. എന്നിട്ട് എല്ലാവരും ജോഗർ അല്ലേ, BMW ഡ്രൈവർമാരെ വെച്ച് എല്ലാവരെയും സൂപ്പർ വണ്ടി കയറ്റി ടൈയും കെട്ടി സൂപ്പറായിട്ട് ഇവിടെ കൊണ്ടിറക്കണം. എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് ഇങ്ങോട്ട് വന്നിറങ്ങിക്കഴിഞ്ഞാൽ ആഫീസർമാർ ഇറങ്ങും പോലെ ഇരിക്കണം. അമ്മ 2 മണിക്ക് വന്നതാണ്, മേസരിപ്പണിക്ക് റോഡിലിറങ്ങിയതാണ്. ഇപ്പം എവിടെ ഇരിക്കുകയാണ്? ഇപ്പം അങ്ങനെ ലംബോർഗിനിലൊക്കെ ഇരുന്ന് അങ്ങനെ പോവുകയാണ് അല്ലേ. എവിടെ പോവുകയാണ്? കല്യാണത്തിന് പോവുകയാണ്. ആ രംഗം നിങ്ങൾ നല്ല ചോദിക്കുക അല്ലേ. അങ്ങനെ കർത്താവ് നമ്മളെ വിളിച്ചത്. കർത്താവിൻ്റെ സ്വന്തം ജനത്തെ വിളിച്ചപ്പോൾ അവന്മാരെല്ലാവരും മെസ്സേജ് ഇട്ട് താല്പര്യമില്ല എന്ന്. അവൻ സ്വന്തത്തിലേക്ക് വന്നു. കണ്ടോ, അവിടെ നിന്ന് ഇറങ്ങി സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവർ കൈക്കൊണ്ടില്ല. അപ്പൊ കർത്താവ് പുറപ്പുറപ്പ് കിടന്ന ബംഗാളികളായി നമ്മളെല്ലാവരെയും വിളിച്ചു. ബംഗാളി എന്നിപ്പോൾ പറയാൻ പാടില്ല, ഇതര സംസ്ഥാന തൊഴിലാളികൾ, അങ്ങനെയും പറയാം. അന്യ സംസ്ഥാനം ഒരെണ്ണം, ഞാനിപ്പോൾ പറഞ്ഞ എല്ലാം ബംഗാളി, ആസാം, അങ്ങനെ ഇതര സംസ്ഥാന തൊഴിലാളികൾ, അതിനകത്ത് നമ്മളും വരും. അങ്ങനെ നമ്മളെ എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരെയും കുളിപ്പിച്ചോളാൻ പറഞ്ഞു. എല്ലാവരെയും കുളിപ്പിച്ച് റെഡിയാക്കി. കണ്ട, അപ്പൊ ഏത് ഡിറ്റർജന്റ് ഇട്ട് കുളിപ്പിച്ചാണെന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവരെയും മുടിയൊക്കെ വെട്ടി സെറ്റപ്പ് ആക്കി റെഡിയാക്കി കല്യാണത്തിനുണ്ട്. അപ്പോൾ കല്യാണത്തിന് പന്തലിൽ നമ്മുടെ ചെറുക്കൻ്റെ അപ്പൻ നേരെ സ്റ്റേജിൽ വന്നിട്ട് എല്ലാവരും നോക്കുകയാണ്. അങ്ങനെക്കറിയാം, ഈ ഇരിക്കുന്ന ഒരെണ്ണവും കമ്പനിയിലുള്ളതല്ല. എല്ലാവരെയും നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാക്കി യോഗ്യരാക്കി ഇരുത്തിയിരിക്കുകയാണ്. സത്യഭാമ പറഞ്ഞ പോലെ കണ്ടാൽ പെറ്റതള്ള സഹിക്കുകയല്ല. എല്ലാത്തിനെയും നമ്മൾ പൂട്ടിയിട്ട് റെഡിയാക്കി എല്ലാത്തിനെയും നമ്മൾ പന്തലിൽ കയറ്റിയിരിക്കുകയാണ്. ഇപ്പം ഇരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ എല്ലാവരും കൂടിയ ജോലിക്കാരാണ്, ആഫീസർമാരാണല്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ ഇരുന്നപ്പോൾ അവൻ ഐഡിയ മനസ്സിലായി, ഇത് നല്ല പൈസ കിട്ടുന്ന സ്ഥലമാണ്. അവൻ പിച്ചക്കാരനാണ്. അപ്പോൾ അവൻ ഇങ്ങനെ നോക്കിയപ്പോൾ ചുറ്റുപാടുള്ള എല്ലാം കാശുകാരാണ്. അപ്പോൾ അവൻ പതുക്കെ മറ്റേ കോട്ട് ഊരി അങ്ങ് ബാഗിൽ വെച്ചു. എന്നിട്ട് പിച്ചക്കാരൻ്റെ ഉടുപ്പ് തിരിച്ചെടുത്തിട്ടു. അപ്പോൾ അയാളിങ്ങനെ വന്ന് നമ്മളെ മുതലാളി ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഒരുത്തൻ്റെ കല്യാണ വസ്ത്രമല്ല ഒരുത്തകത്തിരിക്കുന്നു. എന്തായാലും വെളിയിൽ നിന്ന് കയറാൻ നോക്കൂല, വെളിയിൽ നിന്ന് ചെക്കിങ് ഉണ്ട്, വെളിയിൽ നിന്ന് പിച്ചക്കാരനകത്ത് കയറ്റി വിടുകയല്ല. ഇവൻ അകത്ത് വന്നിട്ട് സംഭവം ചെയ്തതാണ്. അവൻ എന്തിനാണ് ഇത് ചെയ്തത്? അവ ഇത് ചെയ്തില്ലെങ്കിൽ, അവ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തിരിക്കുന്നവൻ്റെ അടുത്ത് വല്ലതും ചോദിക്കാം. നിവർത്തിയില്ല, ഒരു രക്ഷയില്ല, വല്ലതും ഉണ്ടോ? അവൻ നോക്കിയപ്പോൾ എല്ലാം ടൈ കെട്ടിയവരാ. അവനറിയില്ല, എല്ലാം എവൻ്റെക്കാളും താഴെ ഉള്ളവന്മാരെ ടൈ കെട്ടി ഇരുത്തിയിരിക്കുന്നതാണ്. അപ്പം അവൻ ഇച്ചിരി പൈസ ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് നോക്കി നമ്മളിൽ പലരും അങ്ങനെ ഔദേശി പണിക്കൊക്കെ ഇറങ്ങിയിട്ട്, ഇത് കൊള്ളാമല്ലോ, പൈസ ഉണ്ടാക്കാൻ കൊള്ളാമല്ലോ, മറ്റേ ഉടുപ്പെടുത്തണം, പഴയ ഉടുപ്പ്. ചിലർ പിന്നെ പറയാറുണ്ട്, എൻ്റെ പഴയ തോവാ നിനക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. ഞാൻ ബൈബിള് തറയെ വെച്ചാൽ ഞാൻ പ്രശ്നമാണ്, അതുകൊണ്ട് ആഴ്ചയിൽ ഒന്നേ എടുക്കുകയുള്ളൂ. ആകെ വീട്ടിൽ കൊണ്ട് തറയെ വെച്ചിരിക്കും. പഴയ ഉടുപ്പെടുത്തിട്ടപ്പോൾ മേളിൽ നിന്ന് വിളി, ഡേയ്, അതിനകത്ത് ഒരുത്തൻ CCTV പിടിച്ചു, കല്യാണ വസ്ത്രം ഇല്ലാതിരിക്കുകയാണ്. അവൻ എന്ത് ചെയ്യണം? അവനെ നേരെ പൊക്കി ഇരുട്ടത്ത് തള്ളിക്കളയാൻ പറഞ്ഞു. വേറെ ഉടുപ്പെടുത്തിട്ട് കയറ്റാൻ പറഞ്ഞില്ല, തട്ടേക്കാൻ പറഞ്ഞു.
ദൈവം നമുക്ക് തന്ന മാന്യതയുടെ വില എത്രയാണെന്ന് നമ്മൾ ആദ്യം അറിയണം. ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ഡെപ്ത് നമ്മൾ അറിയണം. നമ്മൾ ആരും യോഗ്യത ഉള്ളതുകൊണ്ട് കർത്താവ് എടുത്തതല്ല. മഹാദൈവം നമ്മളോട് കരുണ കാണിച്ച് നമ്മളെ കുളിപ്പിച്ച് നമ്മളെ ഇരുട്ടിൻ്റെ മക്കൾക്ക് കിട്ടേണ്ട യോഗ്യത അതേ നമുക്കുണ്ടായിരുന്നുള്ളൂ, നമ്മളെ വെളിച്ചത്തിൻ്റെ മക്കളാക്കി മാറ്റി. വേണമെങ്കിൽ ഒരു വാക്യം വായിച്ചോ. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1:12. പ്രസംഗിക്കാൻ നല്ല മൂടുണ്ട്, പെട്ടെന്ന് നിർത്താം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1:12. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും പ്രാപ്തരാക്കുക. God enabled us to be the partakers of the sons of light. വെളിച്ചത്തിന്റെ മക്കൾക്ക് കിട്ടേണ്ട അവകാശം നമുക്ക് തരേണ്ടതിന് നമ്മൾ എന്ത് ചെയ്തു? ക്വാളിഫൈ ചെയ്തു. അതാ പറഞ്ഞ വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കി. കണ്ട, നമുക്ക് പ്രാപ്തി ഉണ്ടായിരുന്നില്ല, ദൈവം നമ്മളെ പ്രാപ്തരാക്കി. സ്തോത്രം. അത് പ്രാപ്തനാക്കാനാ കർത്താവ് അവിടെ നിന്ന് നേരെ താഴെ വന്നത്. അതാ പറഞ്ഞ അവൻ വെള്ളത്താലും രക്തത്താലും വന്നവൻ. ഇന്നിപ്പോൾ ആ ഒരു വാക്യമെങ്കിലും പറഞ്ഞു തീർക്കാൻ പറ്റിയ ഭാഗ്യം. രക്തത്താലെങ്കിലും പറഞ്ഞു തീർക്കാം. രക്തവും വെള്ളവും പറയണം, അത് കഴിഞ്ഞതിന് ശേഷം രക്തവും വെള്ളവും ആത്മാവും പറയണം, എന്നാലേ നമുക്ക് ബാക്കി എടുക്കാനുള്ളൂ. നിവൃത്തിയില്ല, നമുക്ക് ഇന്നിപ്പോൾ അത്ര എടുക്കാൻ പറ്റുകയല്ല, നമുക്ക് നേരത്തെ വിടാം. സ്വതന്ത്രം നേരത്തെ ഇവിടെ തന്നെ ഓവർലോഡ് ഇങ്ങനെ കയറ്റാൻ പറ്റത്തില്ല. സ്വതന്ത്രം നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ മരണത്തിൻ്റെ അധികാരം നമ്മുടെ മേൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റി, നമ്മളെ ജീവന്റെ അവകാശികളാക്കി മാറ്റി. നമുക്ക് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് തന്ന് നമ്മളെ കല്യാണ സദ്യക്ക് കയറ്റി. എത്ര മനോഹരം നോക്കിയേ. നമ്മളതിൻ്റെ മൂല്യം കാണണം. നമ്മൾ ഈ പിച്ചക്കാരെ അതിനകത്ത് ഉടുപ്പിട്ടോട്ട് നമ്മൾ എത്തിക്കുന്നത് ഇങ്ങനെ നമ്മളെ കിട്ടിയത് നല്ലതായി. നമ്മൾ ആ മൂഡിലാണ് നമ്മളിരിക്കുന്നത്. 800 രൂപ ജോലിക്ക് നമ്മളെ ക്വാർട്ടർ ഇട്ടത് ലംബോർഗിനി കൊണ്ടുവന്ന് അകത്തിരുത്തിയിരിക്കുകയാണ്. ഈ സംഭവം കാണാൻ പോലും നമുക്ക് പറ്റുകയല്ല. സ്വതന്ത്രം. ഇവിടെ തിന്നുന്നതിൻ്റെ വേസ്റ്റ് കൊണ്ട് തട്ടുതടുത്ത് ഇതുപോലും പട്ടിക്ക് എടുക്കാനൊക്കെയുള്ളൂ, നമുക്ക് എടുക്കാനുള്ള വകുപ്പില്ല. ആ സ്ഥലത്ത് നമ്മളെ കൊണ്ടിരുത്തിയപ്പോൾ നമ്മൾ അവിടെ ഇരുന്നുണ്ട് അങ്ങേർക്ക് നമ്മളെ കിട്ടിയത് നല്ലതാന്നുള്ള മട്ടിനാണ് നമ്മളിരിക്കുന്നത്. കർത്താവിനെ നമ്മളെ കിട്ടിയത് അങ്ങേർക്ക് നല്ലതായി, നമ്മളെ കിട്ടാറുണ്ട് എന്തോ ചെയ്തേനെ എന്നുള്ള മട്ടിനാണ് നമ്മളിരിക്കുന്നത്. എൻ്റെ പൊന്നു ദൈവമക്കളെ, നമുക്ക് എന്തൊക്കെ ശ്രേഷ്ഠത ഉണ്ടെന്ന് പറഞ്ഞാലും കർത്താവിന് സീറോയാണ്. കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള മിടുക്കന്മാരുണ്ട്. ഈ ഭൂമിയെ കർത്താവ് ഒന്നുമില്ലായ്മ സൃഷ്ടിച്ചതാണ്. അതിലേത് ആസ്തി ഉള്ളതെന്ന് പറഞ്ഞാലും കർത്താവിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. നമുക്കാണ് തോന്നുന്നത് ബാങ്കിൽ ഇച്ചിരി പൈസ കിടപ്പുള്ളതുകൊണ്ട് നമ്മുടെ നടപ്പിന് വ്യത്യാസം വരും, സ്പ്രേക്ക് വ്യത്യാസം വരും, നമ്മളെ സെറ്റപ്പിനെല്ലാം വ്യത്യാസം വരും. നമ്മൾ പിന്നെ ഭയങ്കര ലുക്കിലാണ് നടക്കുന്നത്, എന്തിട്ട് സംഭവിക്കും പോലെയാണ്. കർത്താവിന് ഇതൊരു ചുക്കുമല്ല. ഇത് നമ്മൾ തിരിച്ചറിയണം. കർത്താവ് ആഗ്രഹിക്കുന്ന വിശുദ്ധിയാണ്. അതിൽ കുറഞ്ഞ ഒന്നും കർത്താവിൻ്റെ അടുത്ത് ഏർപ്പിക്കാൻ പറ്റൂല. നമ്മളാരും വിചാരിക്കരുത് ഏറിക്കുമെന്ന് നമ്മളാരും കരുതരുത്. സ്തോത്രം. വായിക്കി. അതുകൊണ്ട് ജനത്തിന്റെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും. എന്തല്ല വാക്കെന്ന് നോക്കിയേ. ജനത്തിന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തം വരുത്തുവാൻ കരുണ കാണിച്ചാലേ കർത്താവിന് നമ്മുടെ അടുത്ത് ഇറങ്ങി വരാനൊക്കെ ഉള്ളൂ. നമ്മൾ ഇറങ്ങിപ്പോയതാ പിശാചിന്റെ കൂടെ. നമ്മളെ വീണ്ടെടുക്കാൻ കർത്താവ് കരുണ കാണിച്ചു എന്ന് പറഞ്ഞാൽ ചുമ്മാ കരുണയല്ല കർത്താവ് കാണിച്ചത്. ഇച്ചിരി വേഷം മാറി വന്നിട്ട് തിരിച്ചു കയറി പോകുന്ന പരിപാടിയല്ല. വേഷം മാറി ഇവിടെ വന്നിട്ട് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീരുക. എന്നെ നിങ്ങളെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീരുക. കൊച്ചുകാര്യല്ല. നമ്മളെ അതുപോലെ ആവാനാ വിളിച്ചിരിക്കുന്നേ. ഞാൻ ഒരു മർമ്മം കൂടി അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് പറഞ്ഞുവിട്ടെ. യേശു നമ്മളെ തേടി, ഒരു മർമ്മമാണ് ഇത് പറഞ്ഞ ഞാൻ ആ ഭാഗം വേറെ ഏരിയ ക്ലോസ് ചെയ്യാം. യേശു നമ്മളെ തേടി താഴേക്ക് ഇറങ്ങി വന്നു. നമ്മൾ മേലോട്ട് കയറണമെങ്കിൽ കർത്താവ് ഏത് ലൈനാണ് ക്രോസ് ചെയ്ത് ഇവിടെ വന്നത്, ഈ ലൈൻ ക്രോസ് ചെയ്തേ നമുക്ക് ഇങ്ങോട്ട് കയറാനൊക്കെ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ കർത്താവ് ജലം ക്രോസ് ചെയ്താണ് ഇങ്ങോട്ട് വന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവ് ജലത്തിൽ സ്നാനപ്പെട്ട് കയറുമ്പോൾ ഈ വർഗത്തോട് ചേരുകയാണ്. നമ്മൾ സ്നാനപ്പെട്ട് കയറുമ്പോൾ ഈ വർഗത്തോട് ചേരുകയാണ്. പിടികിട്ടിയോ? ഇപ്പുറത്ത് ആരാണ്? ദൈവമാണ്, ഇപ്പുറത്ത് മനുഷ്യനാണ്. യേശുക്രിസ്തു സ്നാനപ്പെടാൻ വെള്ളത്തിൽ വന്ന് നിൽക്കുമ്പോൾ യോഹന്നാൻ ചോദിച്ചു, അയ്യോയ്യോ നീ എന്നെ പെടുത്തണം, ഞാൻ നിന്നെ അല്ല പെടുത്താൻ. കർത്താവ് പറഞ്ഞു, ഇങ്ങനെ സർവ്വനീതി നടപ്പിലാവണം. എന്ന് പറഞ്ഞാൽ ഞാൻ മെനക്കെട്ട് ഇറങ്ങി വന്നത് ഈ സൈഡിൽ ചേരാനാ. നീ മുക്കിയാലേ ഇങ്ങോട്ട് ചേരാൻ ഒക്കുള്ളൂ. ഞാൻ മുക്കിയാൽ നീ എൻ്റെ കൂടെ ചേരും. എൻ്റെ കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യാനാണ്? കണ്ടോ? നീ എന്നെ സ്നാനപ്പെടുത്തുന്ന പറഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങളെ സ്നാനപ്പെടുത്തിയാൽ നിങ്ങൾ എൻ്റെ കൂടെ ചേരും. നിങ്ങൾ എന്നെ സ്നാനപ്പെടുത്തിയാൽ ഞാൻ നിങ്ങളോട് ചേരും. അപ്പോൾ ഞാൻ യേശുക്രിസ്തുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നിന്നിട്ട് നിങ്ങളെ സ്നാനപ്പെടുത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തോട് ചേരുകയാണ്. മനസ്സിലാവും? ക്രിസ്തു ഇവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് സ്നാനപ്പെട്ട് ഇപ്പുറത്ത് കയറുകയാണ്, മനുഷ്യരോടുകൂടെ ചേരുകയാണ്. അതാ കർത്താവ് പറഞ്ഞാൽ ഇങ്ങനെ സർവ്വനീതി നടപ്പിലാവണം. എന്ന് പറഞ്ഞാൽ
മേളിൽ നിന്ന് ഒരു നീതി നടപ്പിലാക്കാൻ ഞാൻ വന്നതാണ്, അതിനാണ് ഈ ശരീരമൊക്കെ ഇട്ടോണ്ട് വന്നത്. സ്നാനപ്പെട്ടാലേ യൗമാരോടെ ചേരാൻ പറ്റുള്ളൂ, യൗമാരോടെ ചേർന്നാലേ യൗമാരുടെ പാപം ചുമലിലെടുക്കാനൊക്കെ ഉള്ളൂ, യൗമാരുടെ പാപം ചുമലിലെടുത്ത് മരിച്ചാലേ യൗമാരെ വിടുവിക്കാനൊക്കെ ഉള്ളൂ. നീതി നടപ്പിലാക്കാനാണ് ഞാൻ വന്നത്. അതുകൊണ്ട് യോഹന്നാനെ, നീ സർവ്വനീതി നടപ്പിലാക്കാനുള്ളതാണ്. എന്നെ ഇപ്പോൾ മുക്കി വിടണം എന്ന് പറഞ്ഞാൽ മുക്കി ഇപ്പുറത്തോട് കയറണം. അതവിടെ പറഞ്ഞത് അവൻ വെള്ളത്താൽ വന്നവൻ. നമ്മൾ സ്നാനത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. സ്നാനപ്പെടാൻ കാര്യമുണ്ടോ? അതിന് കമ്മൽ മറ്റേ കാര്യമുണ്ടോ? അത് ചെയ്യണോ ഇത് ചെയ്യണോ? വേണമെങ്കിൽ ഇതിൽ ഇറങ്ങാൻ കർത്താവ് കൃപ തന്നാണ്, താല്പര്യം ഇറങ്ങാൻ. നമ്മളിങ്ങനെ സോപ്പിട്ടാണ് തള്ളാൻ നിൽക്കുന്നത്. എനിക്കിതിനൊന്നും നേരമില്ല, ഞാനിത് കാര്യം പറഞ്ഞു തരും, താല്പര്യം ഉണ്ടെങ്കിൽ മുങ്ങുക. അതെൻ്റെ പുറകെ 5 ദിവസം നടന്നാലേ മുക്കുകയുള്ളൂ. അല്ലാതെ സോപ്പിട്ട് ഞാൻ കൊണ്ട് വെള്ളത്തിലിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു വേണ്ട. അതെൻ്റെ പണിയല്ല. ഇതാണ് സംഭവം. ഇതിൽ മുങ്ങി ഇപ്പുറത്ത് കയറാതെ ഒരുത്തന്നെ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ഇതിപ്പുറത്തോട്ട് കയറുന്ന പരിപാടിയാണ്, നമ്മൾ കർത്താവിനോട് ചേരുന്ന പരിപാടിയാണ്, സൈഡ് മാറി പിടിക്കുന്ന പരിപാടിയാണ്. അത് കയറിയാലേ ഇങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്നാനപ്പെടുമ്പോൾ നമ്മൾ കുറച്ച് ലോകം കൂടെ കൊണ്ടുവന്നാലോ? കയറാൻ വെക്കുകയല്ല, കൊണ്ടുവന്നോ, മുങ്ങിക്കോ, അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തോ. അതാണ് പഴയ അപ്പച്ചന്മാർ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത്, ആഭരണത്തോടു കൂടി പറ്റില്ല. അത് പറയുമ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ടവർ പറയും, എന്നാൽ പിന്നെ നമ്മൾ ലോകത്തിൽ നിന്നോളാം. അപ്പോൾ നമ്മളിപ്പോൾ സോപ്പിട്ട് മുക്കിയില്ല, എല്ലാം ഉള്ള ലോകം എല്ലാം കൂടി സ്വർഗത്തിലാക്കിയിരിക്കുകയാണ്. സ്വർഗം മുഴുവൻ ഇപ്പം ലോകമായി. ഇപ്പം സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഇറങ്ങി വേറെ ഏതോ വാക്കിന് പോയിട്ടുണ്ട്, കാരണം മൊത്തം ലോകമായി. ഇനി യഹോവയ്ക്ക് അവിടെ ഇരിക്കണമെങ്കിൽ പോലും ജഡം എടുക്കേണ്ടി വരും, മിക്കവാറും കംപ്ലീറ്റ് ജഡമായി. മനസ്സിലാകുന്നു എന്ന് പ്രത്യാശിക്കുന്നു. ഒരല്പം പ്രയാസമാണ് മനസ്സിലാക്കാൻ. ഇതിൻ്റെ ലിങ്ക് ഇവിടെ ഇട്ടുന്നുണ്ടോ? നിങ്ങൾ ആരും പ്രയാസപ്പെടുത്തണമെന്ന് വിചാരിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ട് വന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ? എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല. ദൈവമക്കളെ, ആ വാക്കിൻ്റെ ഡെപ്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആ വാക്യം ഒന്നുകൂടെ വായിക്കും. ജലത്താൽ മാത്രമല്ല, കണ്ടോ? ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലും തന്നെ. അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇനി ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജ്, ക്രിസ്തു നമ്മുടെ അടുക്കലേക്ക് വരുന്നത് വെള്ളം ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് കയറണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വെള്ളം ക്രോസ് ചെയ്താലേ അങ്ങോട്ട് പോവുള്ളൂ. വെള്ളത്തിൽ ഇറങ്ങിയാൽ നമുക്ക് കയറാനൊക്കെ. അതാണ് ഇതിന്റെ ക്രോസിങ്. സ്നാനം ഇപ്പോൾ ഒരു പിടി കിട്ടിയല്ലോ. 2, ക്രിസ്തു നമ്മുടെ അടുക്ക വന്നത് രക്തത്താലാണ്. തിരിച്ച് നമുക്ക് അങ്ങോട്ട് കയറണമെങ്കിലും രക്തത്താലേ കയറാനൊക്കെ ഉള്ളൂ. 1, യേശുവിന്റെ രക്തം നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രക്തത്തിലൂടെ മോചനം പ്രാപിച്ച് അങ്ങോട്ട് കയറാം. 2, നമ്മളും രക്തം ഒഴിക്കേണ്ടി വരും. നമ്മളെ രക്തം ഈ ഡപ്പയിൽ മൊത്തം ഒരു തുള്ളി പോലും വെളിയിൽ പോകാതെ വെച്ചോണ്ട് പോകാൻ പറ്റൂല. ചിലപ്പം വിയർപ്പായി പുറത്തിറക്കേണ്ടി വരും കർത്താവിന് വേണ്ടി. ഇല്ലെങ്കിൽ ഇത്തിരി കീറിയൊക്കെ വെളിയിലെടുക്കും രക്തം. അതേ പറ്റുള്ളൂ. ക്രിസ്തു നമുക്ക് വേണ്ടി ജീവനെ തന്നതുപോലെ നമ്മൾ ജീവനെ കൊടുക്കേണ്ടി വരും കർത്താവിന് വേണ്ടി. എന്നിട്ടേ ഇത് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. 3, ആത്മാവ്. അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ അടുത്ത ആഴ്ചയിൽ അത് സാക്ഷ്യം എന്ന നിലയിൽ സംസാരിക്കാം. ആ 3 ഭാഗം എൻ്റെ സാക്ഷിയല്ല, താഴെ പറയുന്നുണ്ട് ടെസ്റ്റിഫൈസ് എന്ന് പറയുന്നുണ്ട്. ഇത് 3 പേരുടെയും സാക്ഷ്യം. അതിൽ ഹോളി സ്പിരിറ്റിൻ്റെ ഒരു സ്പെഷ്യൽ റോളുണ്ട്. അപ്പൊ ക്രിസ്തു നമ്മുടെ അടുക്കലേക്ക് വരാൻ 3 സംഭവമാണ് എടുത്തിരിക്കുന്നത്. 1 വെള്ളം, 2 ജലം, 3 ആത്മാവ്. ഇത് 3 എടുത്തിട്ടേ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് കയറാനൊക്കെ ഉള്ളൂ. ക്രിസ്തു നമ്മളെ നേടാൻ വേണ്ടി ഇത് 3 എടുത്ത് ഇങ്ങോട്ട് വന്നാണ്. തിരിച്ചത് 3 എടുത്ത് നമുക്ക് അങ്ങോട്ട് കയറാനൊക്കെ ഉള്ളൂ. കഥ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. മനസ്സിലായോ? ഈ സംഭവം മനസ്സിലാക്കി തരാതെ ചുമ്മാ പൊട്ടാസ് വേണേ ഇപ്പോൾ നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരാൻ പോകണം ഠോ എന്നൊക്കെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആത്മാവിനാലും. സ്തോത്രം. 2 വാക്യം കൂടെ നമുക്ക് വായിച്ചേക്കാം. യോഹന്നാന്റെ 1-ാം ലേഖനം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്യങ്ങളാണ്. 2 വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സ്തോത്രം. വചനം ജഡമായി തീർന്നു. കണ്ടോ? അവിടെ ഇരുന്ന വചനമായ ക്രിസ്തു തീർന്ന് നമ്മുടെ ഇടയിലേക്ക് വന്നു. കണ്ടോ? തീർന്ന് നമ്മുടെ ഇടയിലേക്ക് വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ജഡം വചനമായി മാറണം. ജഡം കണ്ടോ? റിട്ടേൺ കണ്ടോ? തിരിച്ചു വന്നുണ്ടോ? അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, ഇവിടെ നിന്ന് തിരിച്ചു കയറണം. അതാണ് നമ്മുടെ അകത്ത് കർത്താവ് വചനം അടച്ചിട്ട് ആ ക്രിസ്തു നമ്മളിൽ ഉരുവായി ആ ക്രിസ്തു വളർന്ന് വലുതായിട്ട് വേണം കയറാൻ. അപ്പം പുറത്തെ ശരീരം പോകണം. നമ്മളാണെങ്കിലോ ആ വചനം വെച്ച് നമ്മൾ പുറത്തെ ശരീരത്തെ സൂപ്പറാക്കുകയാണ്. മനസ്സിലുണ്ടോ? ക്രിസ്തു വചനം ജഡമായി തീർന്നു, നമ്മൾ ജഡം തിരിച്ചായി മാറണം. മനസ്സിലുണ്ടോ? കൊലോസ്യ ലേഖനത്തിൽ എവിടെയോ ഒരു വചനം കിടപ്പുണ്ട്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വചനമാണ്. 27 തൊട്ട് വായിക്കേ.
അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം ഒരു മർമ്മത്തെ പരിചയപ്പെടുത്തണം. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് ഈ മർമ്മം ഒരു മിസ്റ്ററി പരിചയപ്പെടുത്തുകയാണ് പൗലോസ്. ഈ മർമ്മത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് ഇഷ്ടമായി. ദൈവത്തിന് തോന്നി. എന്ത് മർമ്മം, എന്ത് മഹിമാധനം പറയാം. വൈകി ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇരിക്കുക. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഒരു ബീജമായി വന്നിട്ട് എന്ത് ചെയ്യുക? അടുത്തെന്ത് സംഭവിക്കുന്നു? വായിക്ക്. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി. അപ്പൊ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ മർമ്മമായിട്ട് വന്നിട്ട് ആ മർമ്മം വളർന്ന് വലുതാവണം. നമ്മൾ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ക്രിസ്തു മർമ്മമായിട്ട് അകത്തുണ്ട്, നമ്മൾ തിരിച്ച് വളർന്ന് തിരിച്ചടിക്കുകയാണ്. നമ്മൾ ക്യാൻസർ ബാധിക്കുന്ന പോലെയാണ്. ഒറിജിനൽ ബോഡിയെ കംപ്ലീറ്റ് ക്യാൻസർ അങ്ങ് വിഴുങ്ങിക്കളയും. ക്യാൻസർ ഭയങ്കര സ്പീഡിലാണ് വളരുന്നത്. സാധാ കോശം ഈ 2 എണ്ണം വെച്ച് വളരുമെങ്കിൽ അവൻ 16 എണ്ണം വെച്ച് വളരും. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തീർത്ത് കളയും. ജഡത്തിൻ്റെ പ്രത്യേകത അതാ, ജഡം വളരെ ഫാസ്റ്റായിട്ട് വളരും. നമ്മൾ 3-4 ആഴ്ച ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ സംഭവിച്ചെടുത്തത് 10 മിനിറ്റ് കൊണ്ട് തീരും. 10 മിനിറ്റ് ഒന്നും എടുക്കൂല, 3-4 മിനിറ്റ് ധാരാളം. പിശാച് കയറി ഉറവാറ്റ ആടിയടിച്ച് കളയും. ചുഴലിക്കാറ്റടിക്കുമ്പോൾ അടിക്കും. അത് പിടിച്ച് നിൽക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. പാടെന്ന് പറഞ്ഞാൽ അത് ശരിക്കും സ്റ്റഡിയായിട്ട് നിൽക്കണം. സ്തോത്രം. അതിനാണ് പാറമേൽ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ. മണലിൻ്റെ പുറത്ത് നമ്മൾ ആടിക്ക് കെട്ടിയങ്ങ് പോവും. പിന്നെ നമ്മൾ എന്ത് കാണിക്കുന്നത് നമുക്ക് തന്നെ ബോധം കാണൂല. 10 പൈസ കയ്യിൽ വരുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും. പദവി കയ്യിൽ വരുമ്പോൾ നമ്മുടെ കളർ മാറും. എന്ത് കാണിക്കുന്നതൊന്നും പറയാൻ ഒക്കൂല അല്ലേ? അതുവരെ ചിലപ്പോൾ നമ്മളൊരു പൊട്ട് കമ്മലായിരിക്കും ഇട്ടിരുന്നത്, പിന്നെ നമ്മൾ തൂക്കണം കുരുവിയാക്കും, സെറ്റപ്പുകളൊക്കെ മാറും അല്ലേ? ഞാനങ്ങനെ പലരും ഇങ്ങനെ ചുമ്മാ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. നമുക്ക് വേറെ പണിയില്ലല്ലോ. ഇത്രയൊക്കെ പഠിപ്പിച്ചാൽ മതി. ഇപ്പം വായിക്കേ. ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും. കണ്ടോ, ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കലാണ് ജോലി. പൗലോസ് പറയാ, ഏത് മനുഷ്യനും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ. അത് യാവനൊന്നുമില്ല, ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. കണ്ട, ഇതാ പണി. ഇതായിപ്പോ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിന്റെ പണിയുടെ കൊച്ചു പണിയാണ്. ഇത്രയും പണി നമ്മളായില്ല. വായിക്കേ. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. നിങ്ങൾക്കും ലവുദിക്കയിലുള്ളവർക്കും. മതി 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 മതി. അവിടെ ഞാൻ വേറൊരു സാധനം കൂടെ നോക്കിയതാണ്. കുഴപ്പമില്ല, ഇത്രയും മതി നമുക്ക്. വേണമെങ്കിൽ 2-ന്റെ 2 കൂടെ ഒന്ന് വായിക്കും. അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിന്റെ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും ഉണ്ടോ. ആ മർമ്മത്തെ കുറിച്ചുള്ള അറിവാണ് ഈ ഉദ്ദേശിക്കുന്നത്. അറിവ്. അവിടെ നിന്ന് വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിലേക്ക് വന്നു. ഈ വചനം നമ്മൾ സ്വീകരിച്ച് മർമ്മമായിട്ട് സ്വീകരിക്കുന്നു. പിന്നെ അത് വളർന്ന് വളർന്ന് വലുതാവുന്നു. അതാണ് പരിജ്ഞാനം. പരിജ്ഞാനം തന്നെ ഇതിന്റെ വളർച്ചയാണ്. നമ്മൾ ഈ കൊച്ചു ക്രിസ്തുവിന് എന്ന് പറഞ്ഞാൽ ഒരു മർമ്മമായി കിട്ടിയ കുറച്ച് സംഭവം വച്ചും കൊണ്ട് എങ്ങനെ ഭൗതികമായി കൂടുതൽ ഉണ്ടാക്കാന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതാണ് നമ്മൾ മീറ്റിംഗ് തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവേ വെൽക്കം ഹോളി സ്പിരിറ്റ്. ഇതിനാണ് നമ്മളെല്ലാവരും വന്നിരിക്കുകയാണ്. ഒരു ഓളം ഉണ്ടാക്കിയിട്ട് പോകും. മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഡെയിലി ഇരിക്കേണ്ട ആളാണ്. ഒരിക്കലും മാറിയിരിക്കാൻ പറ്റത്തില്ല. ഫുൾ ടൈം നമ്മുടെ പരിശുദ്ധാത്മാവിനെ ഇടയ്ക്ക് നമ്മൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ പുള്ളി പിന്നെ വരത്തില്ല. അതാ പ്രശ്നം. നമ്മൾ പറയുന്നത് പറഞ്ഞാൽ ഞായറാഴ്ച ഒരു 10-10:30 ആകുമ്പോൾ അല്ലേ, 1:30-2 മണിയൊക്കെ ആകുമ്പോൾ വല്ല കഴിക്കുന്നെങ്കിൽ 2:30 വരെ നിന്നോ, പിന്നെ നമുക്ക് അടുത്ത ആഴ്ച മതി. അങ്ങനെ പരിശുദ്ധാത്മാവിന് താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ പുള്ളി കല്ലേ തന്നെ ഇറങ്ങി നിൽക്കണ്ടേ? നിങ്ങൾ ഒരു കൂടെ കയറി വരിക അല്ലേ? പിന്നെ ഒരാഴ്ച മൂപ്പരോടെ പോവും. എല്ലാ ആഴ്ചയും വരെയുമില്ല അല്ലേ? നിങ്ങളെ നോക്കി നിന്നാൽ എല്ലാ ആഴ്ചയും എത്തുകയില്ല. സ്വതന്ത്രം. കർത്താവേ, ഒന്നും പറയാൻ ഇടവരുത്തരുതേ എന്ന് സ്വതന്ത്രം. വാ പെട്ടെന്ന് ഇരിക്കും. താഴോട്ട് വായിക്കും. വിവേകപൂർണതയുടെ സമ്പത്തും പരിജ്ഞാനം. ഒന്നുകൂടെ വായിച്ചിട്ട് കൊടുക്കുക. അടുത്ത ആഴ്ച വന്നില്ലെങ്കിലാ വായിക്കും. സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം ഒന്നുകൂടെ വായിക്കേ. അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും കണ്ട പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം കണ്ട. ഈ സമ്പത്തൊക്കെയാണ് പ്രാപിക്കുക. നമ്മളാണെങ്കിൽ നമ്മളെ 2 4 4 4 6 അതിന്റെ പലിശ 3 ഇതും കൂട്ടി വെച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ബുക്കൊക്കെ ബൈബിളിനകത്ത് തന്നെ വെച്ചിരിക്കും. കാര്യം ഇരിക്കട്ടെ ഇതിൻ്റെ അകത്ത്. ഇതാകുമ്പോൾ ആരും എടുത്തോണ്ട് പോകുകയല്ല. സ്വതന്ത്രം. വായിക്കും. പ്രാപിപ്പം തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട്. സ്നേഹത്തിൽ ഏകീഭവിക്കണം. ഇവിടെയാണ് പിശാച് ഇതിനെയാണ് വലിച്ചു പൊളിച്ച് 4 പീസാക്കി തരും. സ്നേഹത്തിൽ ഏകീഭവിക്കണം അല്ലേ? പണ്ടൊക്കെ നമ്മുടെ ചർച്ചിൽ ആൾക്കാർ വന്നിട്ട് പറയുന്നത് നല്ല ഐക്യതുള്ള ചർച്ച്. ഇപ്പം ആരും വന്നിട്ട് പറയൂല.
ഇപ്പം പാലക്കാ പോലെയായി, എല്ലാം ഇങ്ങനെ മൂത്ത്, എല്ലാം മൂത്ത് ഇങ്ങനെ വെടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് മൂക്കട്ടെ മാക്സിമം. പ്രൈസ് ദി ലോർഡ്. എവിടെ പോയി ആ സ്നേഹമൊക്കെ, ദൈവകൃപയൊക്കെ എവിടെ പോയി? ഇതാണ് പീറ്റർ പാസ്റ്റർ പറഞ്ഞത്, ഉപവാസം വയ്ക്കൂ പാസ്റ്റർ, എല്ലാം ശരിയാക്കി തരാമെന്ന്. ഇത്രയും ശരിയാക്കുമെന്ന് വിചാരിച്ചില്ലെങ്കിൽ ഞാൻ പ്രാർത്ഥന വയ്ക്കൂലായിരുന്നു. ജഡത്തിലാണെങ്കിൽ നമ്മൾ നല്ല സ്നേഹത്തിലായിരുന്നു എല്ലാവരും, അല്ലേ? ഇപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ ആത്മാവിൻ്റെ വ്യാപാരമൊക്കെ വന്നപ്പോൾ എല്ലാം ഇങ്ങനെ വെക്കണായി. പ്രൈസ് ദി ലോർഡ്. അതായത് ചിലർ ചോദിച്ചു, പാസ്റ്റർക്ക് പ്രയാസമല്ലേ? ഇനിയോ ഒരു പ്രയാസമല്ല, എന്തെന്നില്ലാത്ത സന്തോഷവും എന്തെന്നില്ലാത്ത. ഇപ്പോൾ ഭയങ്കര തിരക്കാണ് എനിക്ക് സോദരൻ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നതാണ് സോദരം. അതുകൊണ്ട് ഗുണം പിടിക്കാൻ നമ്മൾ വില കൊടുക്കാതെ ഗുണം പിടിക്കാൻ പറ്റൂല. അതൊന്നും ഉപദേശിക്കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല, ഒരു നടക്കുകയല്ല. നമ്മൾ റിസ്ക് എടുത്താൽ നമ്മൾ യുദ്ധം ചെയ്ത് തന്നെ പിടിക്കണം. അതാ പറഞ്ഞത്, ഓട്ടക്കളത്തിൽ ജയിക്കുന്നവൻ ഒരുത്തനാണെങ്കിൽ ഞാൻ ജയിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പരിഹരിക്കും, ഞാൻ തീരുമാനിച്ചാലേ നടക്കുള്ളൂ. മറ്റത് നമ്മളൊക്കെ തീരുമാനിക്കും. അങ്ങനെയാണല്ലേ, എന്നാൽ പിന്നെ ഇങ്ങനെ വളച്ച് ഇങ്ങനെ പാലക്കറിയല്ലോ ഇങ്ങനെ മാക്സിമം ഇങ്ങനെ വരും. അല്ലെങ്കിൽ ഇലവങ്ക കീറും പോലെ ഇങ്ങനെ കീറിപ്പോവും. സ്വോത്രം. പിശാചിനെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടോ? പിശാജ് ആള് ഭയങ്കരനാണ്. പിശാജ് ഭയങ്കരനാണ്, ഭയങ്കര ബുദ്ധിശാലിയാണ്. ഇലവങ്കായ്ക്ക് ചൂട് കൂട്ടിത്തന്നാൽ മാത്രം മതി, തന്നെത്താൻ പൊട്ടിക്കോളും, തന്നെത്താൻ വിട്ടോളും. അതിനകത്ത് ഒരുമിച്ചിരുന്ന പഞ്ഞി എവിടെയൊക്കെ പോയെന്ന് ഒരു പിടിയില്ല, പറന്ന് നടക്കാണ് ശശികളുടെ താടി പോലെ. സ്തോത്രം. പിശാച് ഭയങ്കര ബുദ്ധിശാലിയാണ്. സ്വർഗരാജ്യത്തിൽ ചെന്നെത്തണമെങ്കിൽ ഈ പറഞ്ഞ പരിജ്ഞാനം, വിവേകം, ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ കണ്ടോ? പൗലോസ് കിലോ കണക്കിന് ഭാരമുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വായിക്കും. ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന്. സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന്. ഹൃദയങ്ങളിൽ ആശ്വാസം കിട്ടണം. ഇപ്പൊ ഹൃദയങ്ങളിൽ ശ്വാസം പോലും കിട്ടുന്നില്ല. തമ്മിൽ കാണുമ്പോ സ്നേഹമല്ലല്ലേ? ഇപ്പൊ ഒരു മേശയിൽ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നില്ല. ഒരാൾ വെളിയിലത്തെ മേശ ഇരുന്ന ഒരാൾ തട്ടിന്റെ വെളിയിൽ പോയിരിക്കും. എന്താ പറ്റിയത്? ഒന്നും പറ്റിയില്ല, പിശാച് കയറി. എന്തായാലും പരിശുദ്ധാത്മാവ് കയറുമ്പോൾ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ. സ്നേഹത്തിൽ ഏകീഭവിക്കുകയാണ് വേണ്ടത്. ഇതെല്ലാം ഇങ്ങനെ പിരിഞ്ഞുപോയി, അല്ലേ? ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, എനിക്ക് ദൈവാസം ഒരു ദൂത് പറഞ്ഞിരിക്കുകയാണ്, സഭയുടെ അടുത്ത ലെവലിലോട്ട് പോവുകയാണ്. അപ്പം ഇങ്ങനെ ഇരിക്കണതൊക്കെ ഇരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. ഞാൻ എൻ്റെ ദാസനെ പോലെ ചെകിടൻ ആരുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കേൾക്കാൻ മിണ്ടാതിരിക്കുക, ഒന്നും മിണ്ടത്തില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, യേശുപ്പാ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോന്ന്. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ ഇവിടെ റോളില്ല സ്വതന്ത്രം. എനിക്ക് ഒരു റോളും ഇവിടെ കർത്താവ് തന്നിട്ടില്ല. എന്നെ തന്നിട്ടുള്ള റോൾ ഞാൻ ചെയ്യുന്നുണ്ട് സ്വതന്ത്രം. ബാക്കിയെല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. വചനം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. വായിച്ചോണം, വായിച്ചോ, ബാക്കി പെട്ടെന്ന് വായിക്കും. ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു. ഇത് ഇച്ചിരി പണിയുള്ളതാണ്. ഞാൻ എത്ര വലിയ പോരാട്ടം. ഞാൻ ഇത് പണ്ടൊക്കെ വായിച്ചപ്പോൾ വിചാരിച്ചു, പൗലോസിന് എന്താ ഇത്രയും പോരാടാൻ കിടക്കുന്നതെന്ന്. കൺവെൻഷൻ പ്രസംഗനായിരുന്നപ്പോഴേ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന്റെ നീറ്റല് വേറെയാണ്. പൗലോസ് പറയാം, ഞാൻ സഭയെക്കുറിച്ച് എരിയുന്നു. എന്താണ് എരിച്ചില്? ഇതാണ് സാധനം. പൗലോസ് സുവിശേഷം പറഞ്ഞ് ഗുണം പിടിച്ച് കൊണ്ടുവന്നത് തിരിച്ചിങ്ങനെ ഇറങ്ങി പോകുന്ന കാണുമ്പോൾ പൗലോസ്, കർത്താവെ മെനക്കെട്ടത് വേസ്റ്റ് ആയല്ലോ. അത് പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് വിചാരിക്കുന്നു. ആ വാക്യൊക്കെ വായിക്കുമ്പോഴാണ് എനിക്കൊരു ധൈര്യം. നമുക്ക് മുമ്പേ പോയത് ഇങ്ങനത്തെ ടീമുകൾ തന്നെ. സ്തോത്രം. വായിക്കേ. എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. കണ്ടോ, സഭയോട് പറയാം, നിങ്ങൾ എന്റെ പോരാട്ടം നിങ്ങൾ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു, അല്ലേ? ഞാൻ എത്ര വലിയ പോരാട്ടം സഹിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പൗലോസ് കൊലോസി സഭയോട് പറയുക. എന്തിനാ പൗലോസ് ഇത്ര കിടന്ന് പോരാട്ടം സഹിക്കുന്നത്? എല്ലാത്തിനും ക്രിസ്തുവിന്റെ പരിജ്ഞാനം ഉണ്ടാവാൻ, അല്ലാതെ 10 പൈസ ഉണ്ടാവാനല്ല. ക്രിസ്തുവിന്റെ പരിജ്ഞാനം ഉണ്ടാവാൻ സഹിക്കുകയാണ്. ഓക്കെ, കിട്ടിയല്ലോ. ആ പരിജ്ഞാനം ഈ സൈഡിൽ ഉണ്ടായാലേ നമുക്ക് എങ്ങോട്ട് പോകാനൊക്കെ. ഈ പരിജ്ഞാനം വളർന്നാണ് ഈ സൈഡിൽ കയറാൻ. നമുക്കാണെങ്കിൽ ക്യാൻസർ വളർന്ന് അങ്ങോട്ട് പോവുകയാണ്. മനസ്സിലായോ? ഈ പരിജ്ഞാനം വളർന്ന് ഈ സൈഡിലോട്ട് കയറണം. കിട്ടിയല്ലോ നിങ്ങൾക്ക്. 2 വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിച്ചേക്കാം. സോറി, അത് വേണ്ട. റോമർ 8 2 വീട്ടിൽ പോയിട്ട് വായിച്ചോ. 1 കൊരിന്ത്യർ 15:50 വായിക്കേ. 1 കൊരിന്ത്യർ 15:50. സഹോദരന്മാരെ മാംസരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. അപ്പൊ നമ്മുടെ മാംസരക്തങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? വചനം ജഡമായി ഇവിടെ വന്നു, നമ്മുടെ മാംസരക്തത്തിനകത്ത് പ്രവേശിച്ചു. എന്നിട്ട്
നമ്മളെ രൂപാന്തരപ്പെടുത്തിയാണ് അങ്ങ് കൊണ്ടുപോകാൻ. കണ്ടോ ആ ലൈൻ പിടികിട്ടുന്നുണ്ടോ? കർത്താവ് ജഡം എടുത്ത് ഇവിടെ വന്നു, ഈ ജഡം അങ്ങ് പോകുകയല്ല, തിരിച്ചിത് രൂപാന്തരപ്പെട്ട് അങ്ങോട്ട് കയറണം. അപ്പൊ ഇവിടെ വന്ന് നമ്മുടെ അകത്ത് വചനം നിറച്ചു, എന്നിട്ട് ഈ വചനം വളർന്ന് നമ്മളെ രൂപാന്തരപ്പെടുത്തിയാൽ കൊണ്ടുപോകാൻ. നമ്മൾ ജഡം കൂടെ കൊണ്ടുപോകാനാണ് നിൽക്കുന്നത്. നമ്മൾ ജഡത്തിന്റെ പുറത്ത് പിന്നീട് കമ്മല്, പിന്നെ അതിന്റെ പുറത്ത് മാല, പിന്നെ അതിന്റെ പുറത്ത് മൂക്കൂത്തി, ഇതൊക്കെ കൂടെ ഇട്ട് നമ്മൾ നിൽക്കുകയാണ്. മൊത്തത്തിൽ പോകാനൊക്കെ ഒന്ന്. അപ്പൊ ആകെ പറ്റുന്നത് ഇതിനകത്തിരിക്കുന്ന വചനം പതുക്കെ ഇറങ്ങി അങ്ങ് പോകും. ബാക്കി ഫുൾ ലോഡായി പോയി പോകാൻ, ഇതിനെല്ലാം കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് രൂപാന്തരപ്പെടുകയാണ് വേണ്ട. രൂപാന്തരം. ആ വാക്കി താഴോട്ട് വായിക്കും, മനസ്സിലായി. പെട്ടെന്ന് വായിച്ചു വിട്ടാ ഇപ്പൊ പോവാം. വായിക്കും. ദ്രവിക്കുന്ന സാധനം അദ്രവത്വത്തിൽ പോകാൻ പറ്റില്ല. കണ്ടോ, ഇത് രണ്ട് റേഞ്ച് ആണ്. ദ്രവിക്കുന്ന ശരീരം അദ്രവത്വത്തിൽ പോകാൻ പറ്റുകയല്ല. വായിക്കേ എന്ന് ഞാൻ പറയുന്നു. വായിക്കേ. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. പൗലോസ്, ഞാൻ ഒരു കാര്യം പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്ന ഇടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അപ്പൊ രൂപാന്തര പരുവത്തിന് വേണം നമ്മൾ ഇവിടെ നിൽക്കാൻ. കാഹളം ധരിക്കുമ്പോൾ രൂപാന്തരപ്പെടുക. രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ പിശാചിന് തൊടാൻ പറ്റത്തില്ല. രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ലോകത്തിന് തൊടാൻ പറ്റത്തില്ല. രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ മരണത്തിന് നമ്മളെ തൊടാൻ പറ്റത്തില്ല. അതാ ക്രിസ്തു മരണത്തെ ജയിച്ചിട്ട് ചോദിക്കുന്നത്, ഹേയ് മരണമേ, ഇതിന്റെ ജയം എവിടെ? അതുപോലെ നമ്മളെ രൂപാന്തരപ്പെടുത്താനാണ് നമ്മൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതാ പറഞ്ഞേ, മർമ്മം ഞാൻ പറഞ്ഞുതരാം. അവിടെ കാഹളം ധനിക്കുമ്പോൾ ഇവിടെ വചനം ക്രിയ ചെയ്ത് നിൽക്കുന്ന ട്രാൻസ്ഫോം വരുത്തി വെച്ചിരിക്കുന്നത് രൂപാന്തരപ്പെട്ട് നേരെ അങ്ങോട്ട് പോകും. ഇല്ലേ പോവുകയല്ല, ഇവിടെ കിടക്കും. ഈ ജഡം അങ്ങ് കൊണ്ടുപോകാൻ പറ്റില്ല. അതാ പറയുന്നത്, സഹോദരന്മാരെ, മാംസരക്തം സ്വർഗരാജ്യം അവകാശമാക്കുകയല്ല. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കണം. എങ്ങനെ? കർത്താവ് വരുമ്പോ രൂപാന്തരം വരും. സ്തോത്രം. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും. വാക്കിന്റെ ഷാർപ്പ്നെസ് ആലോചിച്ച് എന്ത് സ്വീറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നു നോക്കിയേ. കാഹളം ധ്വനിക്കും എവിടെ? അവിടെ. അപ്പൊ ഇവിടെ മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. നമ്മൾ രൂപാന്തരപ്പെടും. ഇത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. രൂപാന്തരപ്പെടും തോന്നുന്നുണ്ടോ? രൂപാന്തരപ്പെടണമെങ്കിൽ അവസാനത്തെ കയ്പ് വരെ അകത്തുനിന്ന് പോകണം. കയ്പ് ഒരു സ്പോട്ട് അകത്തുണ്ടെങ്കിൽ രൂപാന്തരം വരൂല. അതാണ് ഇതിന്റെ പ്രശ്നം. ഒരു സ്പോട്ട് കയ്പുണ്ടെങ്കിൽ അതാണ് പിശാച് 2 തുള്ളി പോളിയോ അടിച്ചു വരുമ്പോൾ പോലെ 2 തുള്ളി കയ്പടിച്ചിട്ട് എന്നിട്ട് പിശാച് അങ്ങ് പോകും. അവന് പിന്നെ പണിയില്ല. നിങ്ങൾ എങ്ങനെ നടന്ന് തുള്ളിയാലും പോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ അടുത്ത് ആര് പണങ്ങാൻ നിന്നാലും നമ്മൾ പണങ്ങാൻ നിൽക്കരുത്. നമ്മുടെ കേസ് തള്ളിക്കളയും. നമ്മുടെ അകത്തും തള്ളിക്കളയുക. ആ സാധനം നമ്മുടെ ഹാർട്ടിൽ വെച്ചിരിക്കാൻ നിൽക്കരുത്. അപ്പോൾ അതൊക്കെ എങ്ങനെ എടുത്ത് ഇതിനെ വെളിയിൽ കളഞ്ഞ് നമ്മൾ ഫ്രീ ആവുക. നമ്മൾ സ്വതന്ത്രം. കാരണം ഇത് പിശാചിന്റെ കെണിയാണ്. ആരോടും കയ്പ് നമ്മുടെ ഉള്ളിൽ പാടില്ല. അവർ നമ്മുടെ അടുത്ത് മിണ്ടുന്നില്ല, അത് വിഷയമേ അല്ല. അവർ നമ്മുടെ അടുത്ത് പിണക്കാണ്, അത് നമ്മുടെ വിഷയമേ അല്ല. അവർ കാരണം നമ്മുടെ അകത്ത് വന്ന കയ്പ് നമ്മുടെ അടുത്ത് വെളിയിൽ കളയണം. അത് നമ്മൾ സൂക്ഷിച്ചാൽ പ്രശ്നമാണ്. ഞാൻ കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് കയ്പ് കാണും. നിങ്ങൾ അത് വെച്ചുകൊണ്ട് നരത്തി പോവും. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ കയ്പെടുത്ത് വെളിയിൽ കളയുക. മനസ്സിലാണ്ടോ? ചിലപ്പോൾ കുറച്ചുകൂടി ദൈവകൃപ വേണ്ടി വരും നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാൻ. അല്ലാതെ നിങ്ങൾ ആ കയ്പ് വെച്ചുകൊണ്ട് സഭ വിട്ടുപോകാതെ വിചാരിച്ച് വേറെ സഭയിൽ പോയാൽ ഈ സാധനം അകത്തിരിക്കുകയല്ലേ. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ സാധനം കളഞ്ഞേച്ച് പോണം. ഒരു കുഴപ്പമില്ല. ആ കയ്പ് തള്ളി കളയണം. കയ്പ് തള്ളി കളഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നമാണ്. നമുക്കറിയാമല്ലോ, കോഴി ഇറച്ചിയിൽ ഒരു ചെറിയ ഭാഗം കയ്പിരിപ്പുണ്ട്. അതുകൂടെ ഇട്ട് നിങ്ങൾ കറി വെച്ച് നോക്കിയേ. ചെറിയേ ഉള്ളൂ, ചെറിയൊരു സഞ്ചി. അത് നമ്മൾ ഇച്ചിരി കരൾ കൂടെ ചേർത്ത് കട്ട് ചെയ്തും കളയും. കാരണം ഇത് ഇത്തിരി പോയാലും വേണ്ടല്ല, കയ്പ് മൊത്തം പോട്ടെ. അല്ലെങ്കിൽ ആ കയ്പ് കാരണം മൊത്തം കോഴി ഇറച്ചി കഴിക്കാൻ പറ്റത്തില്ല അല്ലേ. അതുപോലെ ഈ കയ്പ് ഒരു കയ്പാണ്. പക ഒരു പ്രശ്നമാണ്. പിണക്കം ഒരു പ്രശ്നമാണ്. ഇതൊക്കെ വെച്ച് നമുക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല. നമുക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ ചിന്ത വരും, എന്ത് ചെയ്യാൻ? പിന്നെ ഒന്ന് എഴുതിരിക്കും, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും, നാളെ രാവിലെ ആവട്ടെ, പിന്നെയും കിടക്കും. അപ്പോൾ അല്ല, ഒരാളൊന്ന് വിളിച്ചിട്ട് കിടക്കാം. വിളിക്കും, അവനെ വിളിച്ചോണതും എണീക്കും. അപ്പോൾ പിശാചിങ്ങനെ നോക്കുകയാണ്, നമുക്ക് ഒരു പണിയില്ല, എല്ലാവരും തന്നെ ചെയ്യാണ്. എന്തോ ചെയ്യൂത് അല്ലേ? പിശാചി ഒരു പണിയില്ല, ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കംപ്ലീറ്റ് പണി അവന് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു കാര്യമുള്ള കാര്യമല്ല. ഒരു കാര്യമുള്ള കാര്യമല്ല. കുത്തിയിരുന്ന് ആലോചിച്ച് നോക്കി എന്തെങ്കിലും കാര്യമുണ്ടോന്ന്? നയാ പൈസയുടെ കാര്യമല്ല അല്ലേ. കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ച് പറയാം, ഞാൻ ഡിഫമേഷന് കേസ് കൊടുക്കും. ഞാൻ ഇങ്ങനെ ചിരിച്ചു പോയി. അത്രയും സംഭവമാണോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനഹാനി വരിക അല്ലേ. ഞാനിങ്ങനെ ചിരിച്ചു പോയി. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. നമുക്ക് വേണ്ടി മൊത്തം മാനം കെട്ടാണ് കർത്താവ് ഇങ്ങനെ ഇറങ്ങി വന്നത്. മൊത്തം മാനവും പോയി നമ്മളെ നേടാൻ. നമുക്കിവിടെ മാനം ഇരിക്കുന്നത്. എന്ത് മാനം നമുക്കുള്ളത്? ഏതവനാ ഇവിടെ മാനമുള്ളത്?
ഞാൻ ചിന്തിച്ചു, ഇവിടെ ആർക്കാ മാനമുള്ളത്? കർത്താവ് അവിടുത്തെ മുഴുവൻ മാനവും കളഞ്ഞിട്ട് താഴെ ഇറങ്ങി വന്നത് നമ്മളെ നേടാൻ. കള്ളന്മാരുടെ നടുവിൽ കിടക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ നോക്കിയ 2 കള്ളന്മാരുടെ നടുവിൽ സൂപ്പർ കള്ളനായിട്ട് കർത്താവ് കിടക്കുക. എന്തിനാ കിടന്നേ? അത്രയും മാനഹാനി നമുക്ക് ആർക്കേലും വന്നിട്ടുണ്ടോ? സ്വന്തമായിട്ട് പ്രസവിച്ചിടാൻ ഒരു ആശുപത്രി ഇല്ലായിരുന്നേ. നമ്മളൊക്കെ സൂപ്പർ ആശുപത്രിയിലല്ലേ പ്രസവിക്കപ്പെട്ടത്? കിടത്താനൊരു സ്ഥലമില്ലായിരുന്നു. ആരാള് അഖിലാണ്ടത്തിന്റെ ഉടയവന്റെ കൊച്ച ഇറങ്ങി വന്നിരിക്കുന്നത്, ഏകജാതൻ. എന്തിനെങ്ങനെ ഇറങ്ങി വന്നേ? വെറും പുറത്ത് കിടക്കുന്ന നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ കേസ് കൊടുക്കും. ഞാൻ ഡിഫൈമേഷന് കേസ് കൊടുക്കും. സ്വതന്ത്രം. ഞാൻ മനസ്സിൽ ചിന്തിച്ചാണ്, താങ്കൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടാന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു, ഞാനും അവനെ പോലെ ആകുന്നതിന് എങ്ങനെ ശരിയാവും? അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു. എനിക്കൊക്കെയാണ് മെസ്സേജ് ഇടുന്നത്. സ്തോത്രം. പിശാചിന് നിങ്ങൾ ഇടം കൊടുത്തോളൂ, എൻ്റെ അടുത്ത് തള്ളിക്കയറാൻ നിൽക്കരുത്. നിങ്ങൾ വീട്ടിൽ റൂം വെച്ച് കൊടുത്തോളൂ, പരവതാനി വിരിച്ചു കൊടുത്തോളൂ, എൻ്റെ അടുത്ത് തള്ളിക്കയറ്റാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഞാൻ കയറ്റത്തില്ല, ഞാൻ അപ്പോഴേ വളി നടത്തും. ദൈവം എനിക്ക് അതിനൊരു കൃപ തന്നിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ ഞാൻ വീക്കാണെങ്കിലും ഈ ഭാഗത്തിലൊക്കെ ഞാൻ പുലിയാണ്. ഇനി ഞാൻ വീക്കുള്ള ഭാഗങ്ങളിലൂടെ നിന്ന് കയറി വരണം. പറഞ്ഞ വാക്കുകൾ കിട്ടിയോ? പെട്ടെന്ന് വായിച്ചാൽ ഇപ്പൊ വീട്ടിൽ പോവാം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണോന്ന്. അപ്പൊ ക്രിസ്തു ഇവിടെ വന്ന എന്തിനാ? നമ്മുടെ അതിന്റെ അകത്തോട്ട് കയറാൻ. എന്നിട്ട് അദ്രവത്വമുള്ളത് ധരിച്ച് നമ്മൾ അങ്ങോട്ട് കയറണം. വായിക്കേ. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ഓൾറെഡി ഇറ്റ് ഹാസ് കം. ജയം വന്നിരിക്കുന്നു. മരണം നീങ്ങിയിരിക്കുന്നു. ജയം വന്നിരിക്കുന്നു. കണ്ടോ? ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവർത്തിയാകും. അപ്പൊ വചനം നിവർത്തിയായിട്ടില്ല. ഇറ്റ് ഈസ് ഗോയിങ് ടു ഫിനിഷ്. ഇറ്റ്സ് ഗോയിങ് ടു ഫുൾഫിൽ. അത് പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നേ ഉള്ളൂ. അത് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ എന്ത് സംഭവിക്കണം? മരണം നീങ്ങി ജയം വരണമെങ്കിൽ നമ്മൾ രൂപാന്തരപ്പെടണം. അതുവരെ നമ്മൾ പരുവക്കേടിലാണ് ഇരിക്കുന്നത്. ഇത് രൂപാന്തരപ്പെടാതിരിക്കാനുള്ള ആണി നമ്മൾ അടിക്കരുത്. കർത്താവ് മാക്സിമം ചെയ്യാനുള്ള ചെയ്തിരിക്കുക. അവിടെ നിന്ന് താഴെ വന്നിരിക്കുക. ഈ ക്രോസ് കടന്ന് നമ്മൾ അടുത്ത് വന്നിരിക്കുക. നമ്മൾ ഇവിടെ നിന്ന് കയറി അവിടെ പോകാൻ നമ്മൾ ആണി അടിക്കരുത്. എങ്ങനെയും കയറി നമ്മൾ പോകണം. നമ്മുടെ ഉദ്ദേശം അതാ. എങ്ങനെയും നമുക്ക് രൂപാന്തരപ്പെട്ട് കർത്താവിനോടൊത്ത് തേജസ്സിൽ പോകണം. അതിന് നമ്മളാണ് ശ്രമിക്കുന്നത്. നമുക്ക് വേണ്ടി വേറെ ആർക്കും ശ്രമിക്കുകയല്ല. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എനിക്ക് ശ്രമിക്കാൻ ഒക്കത്തില്ല, എനിക്ക് വേണ്ടി അവർക്ക് ശ്രമിക്കാൻ ഒക്കത്തില്ല. പിന്നെ സപ്പോർട്ട് ചെയ്ത് തരാന്നേ ഒക്കുള്ളൂ, അല്ലേ? ഇത് സപ്പോർട്ട് പിണങ്ങാതിരുന്നാൽ ഒരല്പം മസിൽ പിടി കുറച്ച് പിടിച്ചാൽ മതി, അല്ലേ? അല്ല, ഭാര്യ എൻ്റെ അടുത്ത് പിണങ്ങുകയാണ്, അപ്പോൾ എനിക്ക് മസിൽ പിടി 2 പിടിക്കേണ്ടി വരും. ഇത് ഒരെണ്ണം കൂടെ ഇതിനെ ചവിട്ടി പിടിക്കണം, ഇത് പോകാതെ സൂക്ഷിക്കണം. നമ്മൾ 2 കോഴിയെ ഒരുമിച്ച് പിടിക്കാൻ ശ്രമിക്കുന്ന പോലെ ഒരെണ്ണത്തെ ചവിട്ടി പിടിക്കുന്നു, മറ്റേനെ പിടിക്കുന്നു, അല്ലേ? അപ്പോൾ ഇത് പിണക്കവും കലിപ്പൊന്നും ഇല്ലാതെ ഒരുമിച്ച് കൂടെ നിൽക്കുകയാണെങ്കിൽ എളുപ്പമാണ്. എനിക്ക് അങ്ങോട്ട് സഹായിക്കും, ഇങ്ങോട്ട് സഹായിക്കാം. ഞാൻ കലിപ്പായാലോ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യെസ്, ഇത് ശ്രദ്ധിക്കുക. അതിനാണ് കുടുംബം തന്നിരിക്കുന്നത്, ഒരുമിച്ച് സഹകരിക്കാൻ വേണ്ടി, ഒരാളെ താങ്ങാൻ, എന്തെങ്കിലും ഒരാവശ്യം വന്നൊന്ന് സഹായിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സുഖം നമ്മൾ നോക്കി നമ്മൾ കളിച്ചാൽ അവർ എന്നെ സ്വർഗത്തിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. അയാൾ നമ്മൾ കാരണം സ്വർഗത്തിൽ പോകാതെ വന്നാൽ അതിൻ്റെ കണക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മൾ പിന്നെ പോവില്ലല്ലോ. അയാളെ പോകാൻ പറ്റിച്ചില്ലെന്നുള്ള കാരണത്താൽ നമ്മൾ പോവില്ല. പിന്നെ ബാക്കി പറയണ്ടല്ലോ. മനസ്സിലുണ്ടോ? അതുകൊണ്ട് ഇതിനകത്ത് കുറേ പരുവക്കേടുണ്ട്. എന്താ പറഞ്ഞാൽ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടേണ്ടതുണ്ട്. പെട്ടെന്ന് വായിക്കേ, അവസാനിപ്പിച്ചോട്ടെ. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ ജയം എവിടെ? മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിവനായ പ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. മതി, ഇനി ബാക്കി പ്രസംഗിക്കുന്നില്ലാണ്ട് 4 വാക്യമായുള്ളൂ. ഇനിയും കിടക്കണം 10-20 വാക്യങ്ങൾ. സ്തോത്രം. നമുക്ക് ഇവിടെ നിർത്താം. ഞാൻ വിചാരിച്ചു മൊത്തം ഇന്ന് തീർക്കാൻ പറ്റുമെന്ന്. തീരൂല. ഇവിടെ നമുക്ക് ഇങ്ങനെ പോവുള്ളൂ. സാരമില്ല. ഇത് ഇത്രയും മറന്നിട്ട് അടുത്ത ആഴ്ച വരരുത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരം, കണ്ടോ, മുഖാന്തിരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിനെ ഇവിടെ പറഞ്ഞു വിട്ട് മുഖാന്തിരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ആ വാക്കിൻ്റെ അർത്ഥം കിട്ടിയോ? ക്രിസ്തുവിനെ ഇങ്ങു പറഞ്ഞു വിട്ട് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. അല്ലാതെ ക്രിസ്തു മുഖാന്തരം ലോട്ടറി അടിച്ച ദൈവത്തിന് സ്തോത്രം എന്നല്ല. യു അണ്ടർസ്റ്റാൻഡ്? ക്രിസ്തുവിനെ പറഞ്ഞു വിട്ട് അവൻ മുഖാന്തിരം ഞങ്ങൾക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. മാന്യ ദൈവമക്കളെ, നമ്മളാരും പരാജയപ്പെടരുത്.
നമ്മുടെ ഈ ജഡത്തിൽ നിന്ന് രൂപാന്തരപ്പെട്ട് മരണത്തെയും പാതാളത്തെയും ജയിച്ച് അക്കരെ ചെല്ലുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയിരിക്കുന്നു. സഹോദരന്മാരെ, മാംസരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കിയില്ല. അങ്ങനെയാണെങ്കിൽ മാംസത്തെ കൊഴുപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതിനേക്കാൾ ഇതിനകത്തുള്ള ആത്മാവിനെ കൊഴുപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ മാംസമൊക്കെ ഇവിടെ പോകും, ഈ ജഡരക്തങ്ങളൊക്കെ ഇവിടെ പോകും. ഇവകൾ കളഞ്ഞിട്ട് നമ്മൾ അക്കരെ നാട്ടിൽ പോകാൻ പോവുകയാണ്. ഈ ജഡം കുറച്ച് കത്തട്ടെ, ഇത് കുറച്ച് ഉപയോഗിച്ച് കർത്താവിന് വേണ്ടി ചിലരെ നേടാൻ നമുക്ക് ശ്രമിക്കാം. ഇതിനെ ഒരുപാട് പുഷ്ടിപ്പെടുത്താൻ നിൽക്കേണ്ട, ഇത് അഴുകും. ഇതിനെ ഉപയോഗിച്ച്, ഇതിന്റെ ശക്തി ഉപയോഗിച്ച് ചിലരെ കൂടി കൃപയിലേക്ക് നേടാൻ ശ്രമിക്കാം, ചിലരെ കൂടി നിത്യതയ്ക്ക് ഒരുക്കാൻ ശ്രമിക്കാം. അതിനുവേണ്ടി എൻ്റെ ശരീരം എത്ര കത്തിക്കാനൊക്കെ അത്രയും കത്തിക്കുക. അത് ബെനിഫിറ്റാണ്, അത് ബെനിഫിറ്റാണ്. ഇതൊരു ഫ്യൂവൽ പോലെ, ഒരു ഇന്ധനം പോലെ ശരീരം കത്തട്ടെ, ശരീരത്തിന്റെ ബാക്കി കാര്യങ്ങൾ കത്തട്ടെ, ബാക്കി കാര്യങ്ങൾ ഉപയോഗിക്കപ്പെടട്ടെ. നമുക്ക് സ്വർഗത്തിൽ അതിന്റെ പ്രതിഫലമുണ്ട്. അക്കരെ നാട്ടിൽ ചെല്ലുവാൻ ദൈവം നമുക്ക് കൃപ നൽകും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് രക്തത്താലും വെള്ളത്താലും വന്നവൻ. ആ ഭാഗം മാത്രം എന്ന് പറയുന്നു, ബാക്കി നമുക്ക് പിന്നെ പറയാം. രക്തത്താലും വെള്ളത്താലും അവൻ വന്നതുകൊണ്ട് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. തൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. നമുക്ക് ജയം ലഭ്യമാകും. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും മൂടാം. ഓ, രക്തത്താൽ ജയം. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ദൈവകരങ്ങളെ ഏൽപ്പിച്ച ദൈവത്തിന്റെ മഹത്വം കരയറ്റാൻ. കർത്താവെ, എന്നെ ശക്തീകരിക്കണമെന്ന് പറയാം. അങ്ങയുടെ കൃപയാൽ എന്നെ ബലപ്പെടുത്തണമെന്ന് പറയാം. കർത്താവിന്റെ സാന്നിധ്യത്താൽ നമ്മളെ ശക്തീകരിക്കണമെന്ന് പറയാം.